ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ലത് മാത്രമേ വരികയുള്ളൂ. പ്രാർത്ഥിക്കാം. നമുക്ക് കുറച്ചു നേരം കഥയുടെ ലോകത്തേക്ക് പോയാലോ? നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ SK എന്ന അതിബുദ്ധിമാനായ കുറ്റാന്വേഷകൻ കുറേയേറെ കേസുകൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. എന്നാൽ അവയിൽ അദ്ദേഹം എഴുതി സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. പലതും സ്വന്തം ഓർമ്മയിലാണ് അദ്ദേഹം സൂക്ഷിച്ചു വയ്ക്കാറുള്ളത്. അപൂർവം ചില കേസുകൾ അദ്ദേഹം ആരുമായും പങ്കുവയ്ക്കാതെ മനഃപൂർവ്വം മറന്നുകളയും. എന്നാൽ അദ്ദേഹം എഴുതി രേഖപ്പെടുത്തിയ കേസുകളാവട്ടെ അവ്യക്തതകൾ നിറഞ്ഞതായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കേസ് ഡയറിയുടെയോ അല്ലെങ്കിൽ ഒരു സംഭവ വിവരണത്തിൻ്റെയോ രൂപത്തിലല്ല ആ എഴുത്തുകളെല്ലാം, മറിച്ച് പല സംഭവങ്ങളുടെയും അപൂർണമായ വിവരങ്ങൾ ക്രമത്തിലല്ലാതെ എഴുതി വെച്ച രീതിയിലായിരിക്കും. എന്നാൽ പല നിഗമനങ്ങളുടെയും ഫലങ്ങൾ അതിൽ പറയുകയും അത് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് അതിൽ വിവരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വായിക്കുന്നവർക്കത് വളരെ അരോചകമായി തീരും. ഇങ്ങനെയാണെങ്കിലും വ്യക്തമല്ലാത്ത ആ കുറിപ്പ് അദ്ദേഹത്തിന് അവ്യക്തമല്ല കേട്ടോ. കാരണം അത് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുമ്പോഴാണ് അതിൽ വിവരങ്ങളെല്ലാം ഒളിഞ്ഞു കിടന്നിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുക. ഒരു കേസ് അദ്ദേഹം എഴുതി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: വൃദ്ധകളായ 3 സഹോദരികളുടെ കൊലപാതകം. വൈകുന്നേരം അവിടെ എത്തുമ്പോൾ ഇൻസ്പെക്ടർ വഹാബ് മാവിൻ്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മാവിൽ കയ്യൂന്നി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന വഹാബിന് അഭിമുഖമായി ഞാൻ ചെന്ന് നിന്ന് ഹസ്തദാനം ചെയ്തു. അപ്പുറത്ത് വടക്ക് ഭാഗത്തെ ഈ കേസിൻ്റെ ഒരു ബന്ധം പോലും ഇല്ലാത്തയാളെ അലസനായ രാജേന്ദ്രൻ എന്ന ഒരു കോൺസ്റ്റബിൾ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. മുഖത്തേക്ക് നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ കൈകൊണ്ട് നെറ്റിയിൽ വട്ടം പിടിച്ചിട്ട് പരുഷഭാവത്തിൽ ചോദിക്കുന്ന അയാളുടെ നെയിം ബോർഡ് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. നാട്ടുമ്പുറത്തെ ടൈലറായ വാപ്പാടെ കൈപിടിച്ച് കരയുന്നുണ്ട് മകൻ. ഞാൻ കാര്യം പറഞ്ഞപ്പോൾ വഹാബ് അയാളെ വിട്ടയച്ചു. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതെല്ലാമാണ്. വൃദ്ധകളുടെ മരണം അന്വേഷിക്കാൻ SK ചെല്ലുന്നു. ഇൻസ്പെക്ടർ വഹാബ് പറഞ്ഞതനുസരിച്ചായിരിക്കും അദ്ദേഹം ചെല്ലുന്നത്. അതുകൊണ്ടാണല്ലോ വഹാബ് മാവിൻ ചുവട്ടിൽ കാത്തു നിന്നത്. കോൺസ്റ്റബിൾ രാജേന്ദ്രൻ ഒരാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കോൺസ്റ്റബിളിൻ്റെ പേര് രാജേന്ദ്രൻ എന്ന് SK അയാളുടെ നെയിം ബോർഡിൽ നിന്ന് നോക്കി വായിച്ചതാവാം. ഇയാൾ അലസനാണെന്ന് കൂടി SK പറയുന്നുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വ്യക്തമല്ല. കേസിൽ ബന്ധമില്ലാത്ത ആളാണ് അപ്പുറത്തുള്ളത്. കേസിൽ ബന്ധമില്ല എന്ന് SK എങ്ങനെ മനസ്സിലാക്കി? ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു ടൈലറാണോ? ആണെങ്കിൽ അത് ടൈലറാണെന്നും അതൊരു മുസ്ലിമാണെന്നും അടുത്ത് നിന്ന് കരയുന്നത് അയാളുടെ മകനാണെന്നും SK മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ വഹാബ് അയാളെ വിട്ടയച്ചു എന്നും പറയുന്നു. അതിനർത്ഥം ഈ ടൈലർ നിരപരാധിയാണെന്ന കാര്യം തെളിവുകൾ സഹിതം SK ഇൻസ്പെക്ടർ വഹാബിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാവും വഹാബ് അയാളെ വിട്ടയച്ചിട്ടുണ്ടാകുക. ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വായിക്കുന്നവർക്ക് മനസ്സിലാവുമെങ്കിലും പലതിലും അവ്യക്തതയുണ്ട്. ഞാൻ ആ കുറിപ്പെടുത്ത് SKയുടെ നേരെ നീട്ടി. എന്നിട്ട് അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. മാത്രമല്ല, ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ എഴുതി വച്ചുകൂടെ എന്ന് അല്പം പരിഭവത്തോടെ തന്നെ ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു: ജാനി, കണ്ണുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച കാര്യങ്ങൾ വിവരിക്കേണ്ട ആവശ്യമുണ്ടോ? നീ എനിക്കൊരു കട്ടൻ ചായ കൊണ്ടുവരുമ്പോൾ ആ ചായയിൽ പാലില്ല എന്ന് എടുത്തു പറയേണ്ടതില്ല. കാരണം അത് കാഴ്ചയിൽ വ്യക്തമാണ്. ഈ കുറിപ്പിൽ കോൺസ്റ്റബിൾ രാജേന്ദ്രൻ അലസനാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നാണ് ജാനി ചോദിക്കുന്നത്. എന്നാൽ അയാൾ ഒരു കോൺസ്റ്റബിൾ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ജാനി ഒട്ട് ചോദിക്കുന്നുമില്ല. ഈ പോലീസുകാരനെ കണ്ടാൽ അയാൾ കോൺസ്റ്റബിൾ ആണോ ഇൻസ്പെക്ടർ ആണോ എന്നെല്ലാം കാഴ്ചയിൽ തിരിച്ചറിയാം. അയാളുടെ യൂണിഫോം കണ്ടിട്ടാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയതെന്ന് ജാനകിക്ക് അറിയാമല്ലോ. പക്ഷെ അതൊക്കെ വിവരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് കേവല ബുദ്ധിയല്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും ഇത് കണ്ട് മനസ്സിലാക്കിയത്. പല സംഭവങ്ങളും കൃത്യമായി വീക്ഷിച്ചാൽ ഒരു വിവരണത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. SKയുടെ മറുപടിയിൽ ഞാൻ തൃപ്തയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാവാം മറ്റൊന്നും ചോദിക്കാതെ തന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞു തുടങ്ങി. ഇത്തരം കുറിപ്പിൽ നിന്ന് യാതൊരു വിവരണവും കൂടാതെ തന്നെ എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ ജാനകിക്ക് പറഞ്ഞു തരാം. ആദ്യം ഒരു കടലാസും പേനയും എടുക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ എഴുതിയെടുക്കുക. നമ്മൾ ഇന്നലെ ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലെത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ചെറുപുഷ്പം സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ ഒരു വശം നിറഞ്ഞിട്ടുണ്ട്. അയ്യപ്പ ഭക്തർ കൂട്ടമായി അമ്പലത്തിൽ നിന്നും തിരിച്ചു വന്ന് മറുവശത്തുകൂടി നിന്നപ്പോൾ പരസ്പരം യുദ്ധം ചെയ്യാൻ വേണ്ടി അണിനിരന്ന് നിൽക്കുന്ന ചതുരംഗ പലകയിലെ കാലാൾ പടയെ ഓർമ്മിപ്പിച്ചു. ഹോട്ടലിലെ ടെലിവിഷന് മുമ്പിൽ തമിഴന്മാരായ സ്വാമിമാർ തടിച്ചു കൂടിയിരിക്കുന്നു. മരണാസന്നയായ അവരുടെ മുഖ്യമന്ത്രി ജയലളിതയെക്കുറിച്ചാണ് ചാനലിൽ സായാഹ്ന ചർച്ച. പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൽമരച്ചില്ലകൾക്കിടയിലൂടെ വരുന്ന സൂര്യപ്രകാശം കടകളിൽ വിൽക്കാനായി തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്രങ്ങളിൽ തട്ടുമ്പോൾ അവ പ്രകാശിക്കുന്ന പോലെ തോന്നിച്ചു. മാസം ആദ്യമായതുകൊണ്ടാവാം കടകളിലെല്ലാം സാമാന്യം നല്ല തിരക്കുണ്ട്. നാളെ ഹർത്താലോ ബന്ധവും ഉണ്ടാകുമോ എന്ന ചർച്ചയാണ് ആളുകൾക്ക്.
പേടിക്കേണ്ടതില്ല, ഇപ്പോൾ കുറച്ചായി പ്രതിഷേധ ദിനമാക്കി ചുരുക്കാറാണല്ലോ പതിവെന്ന മുതിർന്നവരുടെ ആശ്വാസവചനവും കേൾക്കുന്നു. പതിവ് രീതി വിട്ട് ഒരു കഥയുടെ രീതിയിലുള്ള എസ്കെയുടെ ഈ വിവരണങ്ങളെല്ലാം ഞാനൊരു കടലാസിൽ എഴുതിയെടുത്തു. ജാനി, കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കുറിപ്പ് വായിക്കുന്ന സൂക്ഷ്മ നിരീക്ഷണ സ്വഭാവമുള്ള ഒരാൾക്ക് ഇത് എഴുതിയത് ചൊവ്വാഴ്ചയായിരുന്നു എന്നുള്ള കാര്യം ഈ കുറിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ വിവരണത്തിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ. അയാൾ അമേരിക്കയിൽ ഇരുന്നാണ് ഈ കുറിപ്പ് വായിക്കുന്നതെങ്കിൽ കൂടിയും അങ്ങനെ തന്നെ. ഞാനൊരാവർത്തി കൂടി ആ കുറിപ്പ് വായിച്ചു നോക്കി. അത് ചൊവ്വാഴ്ചയാണെന്ന് മനസ്സിലാക്കാവുന്ന ഒന്നും എനിക്കതിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇല്ല എസ്കെ, ഏത് ദിവസമെന്ന് കാണിക്കുന്ന ഒരു സൂചനയും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഉണ്ട് ജാനി, കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. അപ്പോൾ ദിവസം മാത്രമല്ല, മാസവും നമുക്ക് അതിൽ നിന്നും കണ്ടെത്താൻ കഴിയും. ജിജ്ഞാസയോടെ നിൽക്കുന്ന എന്നെ ഒന്ന് നോക്കിയിട്ട് എസ്കെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു തുടങ്ങി. കടകളിൽ വിൽക്കാനായി നക്ഷത്രങ്ങൾ തൂക്കിയിട്ടതും അയ്യപ്പ ഭക്തരായ സ്വാമിമാരുടെ സാന്നിധ്യവും യഥാക്രമത്തിൽ ക്രിസ്തുമസും ശബരിമല തീർത്ഥാടനവുമാണെന്ന് മനസ്സിലായല്ലോ. അത് ഏത് മാസമാണെന്ന് തെളിയിക്കുന്നു. മാസാദ്യമെന്ന് പറയുമ്പോൾ അത് നവംബറോ ജനുവരിയോ അല്ല, മറിച്ച് ഡിസംബർ ആദ്യത്തിൽ തന്നെയാണ്. പിന്നെ ഹർത്താലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹർത്താൽ എപ്പോഴും ഉണ്ടാകാം, പക്ഷെ ഇപ്പോൾ കുറച്ചായി അത് പ്രതിഷേധത്തിൽ ഒതുങ്ങാറാണ് പതിവെന്നുള്ളത് എല്ലാ വർഷത്തിലും ഡിസംബർ ആദ്യത്തിൽ നടക്കുന്ന ഏതോ ഒരു ഹർത്താലിനെ കുറിച്ചാണെന്ന് വ്യക്തം. അത് ഡിസംബർ 6 ഹർത്താലാണെന്ന് മനസ്സിലാക്കാത്തവർ എത്രമാത്രം വിഡ്ഢികളായിരിക്കുമല്ലേ. ആ ദിവസത്തിൻ്റെ പ്രത്യേകത ജാനിക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ നിന്നത് ഡിസംബർ 5 തിങ്കളാഴ്ചയായിരുന്നു എന്ന് മനസ്സിലാക്കാം. ആ സംഭവം ഇന്നലെ എന്ന് പറഞ്ഞ് വിവരിക്കുമ്പോൾ ഈ കുറിപ്പ് എഴുതിയത് ചൊവ്വാഴ്ചയായിരിക്കുമല്ലോ. എസ്കെ പറഞ്ഞത് വളരെ ശരിയാണ്. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും കണ്ടുപിടിക്കാൻ കഴിയും. കാണുമ്പോൾ കണ്ണുകൊണ്ട് കാണണമെന്ന് കേട്ടിട്ടില്ലേ? വെറുമൊരു നോട്ടം എറിയുകയല്ല വേണ്ടത്, കൃത്യമായി നിരീക്ഷിച്ച് വീക്ഷിക്കണം. ഇനി നോക്കൂ ജാനി, ഈ കുറിപ്പിൽ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടും. പടിഞ്ഞാറ് നിന്ന് സൂര്യപ്രകാശം വരുന്നു എന്ന് പറയുമ്പോൾ അത് വൈകുന്നേരം 4 മണിക്ക് ശേഷമാവും. കാരണം സ്കൂൾ കുട്ടികൾ അവിടെ ബസ് സ്റ്റോപ്പിലുണ്ടല്ലോ. കുട്ടികൾ ധാരാളമുണ്ട് എന്നതിനാൽ സ്കൂൾ വിട്ട് അധിക സമയമായില്ല എന്ന് കരുതാം. കൂടുതൽ കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സ്കൂൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഏകദേശം അടുത്ത് തന്നെ എന്ന് ഊഹിക്കാം. അപ്പോൾ സമയം ഏതാണ്ട് 4:15 4:45 ഇടയിൽ. സ്കൂൾ യൂണിഫോമിൻ്റെ നിറം വെള്ളയാണ്. കാരണം അയ്യപ്പ ഭക്തരും കുട്ടികളും അടുത്ത് നിന്നപ്പോൾ ചതുരംഗക്കളത്തിലെ കാലാൾപ്പടയെപ്പോലെ ഓർക്കുന്നുവെങ്കിൽ കറുപ്പ് ധരിച്ചു നിൽക്കുന്ന സ്വാമിമാർക്ക് മുമ്പിലുള്ളത് വെള്ള വസ്ത്രം ധരിച്ച കുട്ടികൾ തന്നെ. ഈ ഒരു ചെറിയ കുറിപ്പിൽ നിന്നും ഇത്രയധികം കാര്യങ്ങൾ എസ്കെ പറഞ്ഞതിൽ തൃപ്തി വന്നെങ്കിലും അതത്ര വലിയ അത്ഭുതമായി എനിക്ക് തോന്നിയില്ല. കാരണം അത് എസ്കെ തന്നെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണല്ലോ. അപ്പോൾ തനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ എഴുതി ചേർക്കുകയും ചെയ്യും. മാത്രമല്ല എസ്കെയുടെ ഈ നിരീക്ഷണത്തിൻ്റെ ആയുസ് 1 വർഷത്തിൽ കൂടുതൽ ഉണ്ടാവുകയില്ല. കാരണം എല്ലാ വർഷവും ഡിസംബർ 5 തിങ്കളാഴ്ച ആകണമെന്നില്ലല്ലോ. ആ കാര്യം ഇതിലൊരു പോരായ്മയാണ്. എന്നാലും ഞാൻ എസ്കെയോട് അതൊന്നും പറഞ്ഞില്ല. അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി മറ്റൊന്നുകൂടി പറയട്ടെ ജാനി, ഞാൻ ഈ പറഞ്ഞ സൂചനകൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ ഇതിൽ നിന്നും കൃത്യമായി തീയതിയും ദിവസവും വർഷങ്ങളുമെല്ലാം കണ്ടുപിടിക്കുന്നവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. 100 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടിയും ചരിത്രബോധ്യമുള്ള വ്യക്തിക്ക് ഇത് നിഷ്പ്രയാസമായിരിക്കും. ഞാനൊന്നും മിണ്ടിയില്ല. എസ്കെയുടെ വിവരണത്തിൽ ഒരു പൊരുത്തക്കേടും ഇല്ല എന്ന് എനിക്കറിയാം. 100 കൊല്ലം കഴിഞ്ഞും മനസ്സിലാക്കാമെന്നുള്ള കാര്യമൊഴിച്ചു. എൻ്റെ നിശബ്ദത കണ്ടിട്ടാവാം അദ്ദേഹം എന്നോടൊന്നും ചോദിക്കാതെ സംസാരം വീണ്ടും തുടർന്നു. ഇനി 1ാമത്തെ കുറിപ്പ് നോക്കൂ. അതിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. ഞാൻ ചെല്ലുമ്പോൾ വഹാബ് എന്നെ കാത്ത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിമുഖമായി ഞാൻ നിന്നു എന്നതിൻ്റെ അർത്ഥം ഞാൻ നിൽക്കുന്നത് കിഴക്കോട്ട് മുഖം തിരിച്ചാണെന്നല്ലേ. വടക്ക് ഭാഗത്താണ് പോലീസുകാരുള്ളത്. കിഴക്ക് തിരിഞ്ഞു നിൽക്കുന്ന എൻ്റെ വടക്ക് ഭാഗം എൻ്റെ ഇടതുവശമാണ്. അവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാണ് അയാൾ ചോദ്യം ചെയ്യുന്നത്. കാരണം മുഖത്തേക്ക് നേരിട്ട് വരുന്ന വെയിൽ തടയാൻ കൈ നെറ്റിയിൽ വെച്ചിട്ടുണ്ട്. സമയം വൈകുന്നേരമാണെന്ന് ആദ്യം പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ ഇടതുഭാഗത്ത് എനിക്ക് എതിർവശത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അയാളുടെ പേര് രാജേന്ദ്രൻ എന്ന് എനിക്ക് കാണണമെങ്കിൽ ആ നെയിം ബോർഡ് അയാളുടെ നെഞ്ചിൻ്റെ ഇടതുവശത്തായിട്ടായിരിക്കണം കുത്തിയിരിക്കുന്നത്. കേരള പോലീസിൽ ഇടതുവശത്ത് നെയിം ബോർഡ് കുത്തുന്ന പോലീസുകാരനെ അലസൻ എന്നേ ഞാൻ വിളിക്കും. ഇനി അത് മാത്രമല്ല കേട്ടോ ജാനി, അപ്പോൾ ഞാൻ കണ്ട അയാളുടെ പോളിഷ് ചെയ്യാത്ത ഷൂവും അരയിൽ അല്പം ഇടതുഭാഗത്തേക്ക് തെറ്റിക്കിടക്കുന്ന ബെൽറ്റിൻ്റെ ബക്കിളും കൃത്യമായി മടക്കാത്ത ഷർട്ടിൻ്റെ കോളറും മറ്റും എൻ്റെ സംശയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഞാനൊന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. എത്ര കൃത്യവും നിസ്സാരവുമാണ് എസ്കെയുടെ നിരീക്ഷണം. ഒരുപക്ഷെ ആ ടൈലർ ഒരു മുസ്ലിമാണെന്ന് എസ്കെ മനസ്സിലാക്കിയതും ഇങ്ങനെയൊക്കെ തന്നെയാവാം. അദ്ദേഹം മുണ്ടെടുത്തിരുന്നത് ഇടതുവശത്തേക്കെന്നതും മുസ്ലിങ്ങളുടെ നെറ്റിയിൽ കാണുന്ന നമസ്കാര സ്തംഭവുമെല്ലാം അയാളുടെ മതത്തെ വെളിപ്പെടുത്തിയിരിക്കാം. എൻ്റെ ചിന്തകൾ പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ എസ്കെ പറഞ്ഞു തുടങ്ങി. ജാൻ ഇങ്ങനെയൊക്കെ ഒരു കുറ്റാന്വേഷകൻ നിരീക്ഷിച്ച് കണ്ടെത്തുമെങ്കിലും അയാൾക്ക് ആശയക്കുഴപ്പം വരാവുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പൊതുവെ കാണുന്ന ഒരു ധാരണ വെച്ച് ഒരു കാര്യത്തെ മൊത്തം വിശകലനം ചെയ്യുക എന്നത്.
അത് ആ കുറ്റാന്വേഷകനെ ആശയക്കുഴപ്പത്തിലാക്കും. നമ്മളിതുവരെ കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ ചില സ്ഥലങ്ങളിലും സമയങ്ങളിലും വ്യത്യസ്തപ്പെട്ടുകൊണ്ടേയിരിക്കും. ഒരു കുറ്റാന്വേഷകൻ നല്ലൊരു സഞ്ചാരി കൂടിയായിരിക്കണം. കൂടുതൽ ആളുകളുമായി ഇടപഴകണം. എങ്കിലേ പല അനുഭവങ്ങളും ഉണ്ടാവുകയുള്ളൂ. SK പറഞ്ഞതൊന്നും എനിക്കത്ര മനസ്സിലായില്ല. അതായത് ജാനി, ഇപ്പോൾ തന്നെ നോക്കൂ. ഈ കുറിപ്പിൽ ഞാൻ പറഞ്ഞൊരു ടൈലറെ ശ്രദ്ധിച്ചോ? അയാൾ ടൈലറാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ നോക്കിയാണ്. ഒരു വിരലിൻ്റെ മാത്രം നഖം നീട്ടിയിരിക്കുന്നു. തുണികൾ മടക്കി നീട്ടി വരയ്ക്കാൻ വേണ്ടിയാണ്. തുന്നുമ്പോൾ കയ്യിൽ സൂചി തട്ടാതിരിക്കാൻ വിരലിൽ വയ്ക്കുന്ന ചെറിയൊരു കവചം കണ്ടിട്ടുണ്ടോ? സ്ഥിരമായി അത് വയ്ക്കുമ്പോൾ വിരലിൽ ചെറിയ തഴമ്പ് വരും. എന്നാൽ ഇപ്പോൾ ആധുനിക യന്ത്രങ്ങളെല്ലാം വന്നെങ്കിലും നാട്ടുമ്പുറത്തെ തയ്യൽക്കാരനിൽ ഇപ്പോഴും ആ അടയാളങ്ങളെല്ലാം കാണാം. എല്ലാ കുറ്റാന്വേഷകർക്കും ഈ കാര്യം അറിയാം. എന്നാൽ അയാൾ ഒരു മുസ്ലിമാണെന്ന് നോക്കാൻ പലരും അയാൾ ഏത് വശത്തേക്കാണ് മുണ്ടുടുത്തിരുന്നത് എന്ന് നോക്കാറുണ്ട്, അല്ലെങ്കിൽ നിസ്കാര തഴമ്പ്. എന്നാൽ ഇത് പലപ്പോഴും അബദ്ധമായി വരാം. സത്യത്തിലെന്ന് ആ ടൈലർ വലതുവശത്തേക്കാണ് മുണ്ടുടുത്തിരുന്നത്. നെറ്റിയിലാകട്ടെ നിസ്കാര തഴമ്പും ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ പൊതുവെ ഇടതുവശത്തേക്കാണല്ലോ മുണ്ടുടുക്കാറുള്ളത്. ഞാനും അങ്ങനെയാണ് ഊഹിച്ചത്. ആ പൊതുവെയുള്ള ധാരണയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മുമ്പൊരു കേസന്വേഷണത്തിനായി ഞാൻ കൊല്ലം തങ്കശ്ശേരിയിൽ പോയത് ഓർമ്മയില്ലേ? അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളായ ക്രിസ്ത്യാനികളെല്ലാം ഇടതുവശത്തേക്ക് മുണ്ടെടുക്കുന്നവരായിരുന്നു. തമിഴ്നാട്ടിലുള്ള മിക്ക ഹിന്ദുക്കളും ഇടതുവശത്തേക്ക് മുണ്ടെടുക്കുന്നവരാണ്. തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾ അധികം വലതുവശത്തേക്കാണ് മുണ്ടെടുക്കാറുള്ളത്. സിനിമാ നടൻ മമ്മൂട്ടി ഇടതുവശത്തേക്കും, എന്നാൽ സിനിമയിൽ അധികം വലതുവശത്തേക്കും. മുസ്ലിം ലീഗ് പാർട്ടി നേതാവായ കുഞ്ഞാലിക്കുട്ടി വലതുവശത്തേക്കുമാണ് മുണ്ടെടുക്കാറുള്ളത്. ഞാൻ വലതുവശത്തേക്കാണ് ഉടുക്കുന്നതെങ്കിലും എനിക്ക് അനായാസം ഇടതുവശത്തേക്ക് മുണ്ടെടുക്കാൻ കഴിയും. ഞാൻ പരിശീലിച്ചെടുത്തതാണത്. ഞാൻ പറഞ്ഞു വന്നത് മുണ്ടുടുക്കുന്ന വശം നോക്കി മാത്രം കൃത്യമായി എപ്പോഴും പറയാൻ കഴിയില്ല എന്നതാണ്. പിന്നെ എങ്ങനെ SK മനസ്സിലാക്കിയത് ആ ടൈലർ മുസ്ലിമായിരുന്നു എന്നത്? ചെറിയ നീട്ടിയ താടിയും വെള്ള വസ്ത്രവും ധരിച്ച ആ വ്യക്തിയുടെ കണങ്കാലിലേക്കാണ് ഞാൻ ശ്രദ്ധിച്ചത്. കൃത്യമായി ദിനവും നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് നമസ്കാരത്തിലെ പ്രത്യേകതരം ഇരുത്തത്തിൽ ശരീരഭാഗം മുഴുവനും ഇടതുകാലിൽ വരുന്നതിനാൽ കാൽപാദത്തിന് മുകളിലായി ഒരു തഴമ്പ് വരാറുണ്ട്. നെറ്റിയിൽ തഴമ്പില്ലാത്തവരിലും കാലിൽ ഈ തഴമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിൽ മുന്തിയ ഇനം കാർപ്പറ്റുകളൊന്നും ആരും ഉപയോഗിക്കാറില്ലല്ലോ. അതിനാൽ തഴമ്പ് വരിക സ്വാഭാവികം. പിന്നെ കൂടുതൽ ഭക്തിയുള്ള മുസ്ലിങ്ങൾ താടി വയ്ക്കും, വെള്ള വസ്ത്രം ധരിക്കും. പിന്നെ നിര്യാണിക്ക് താഴെ വരുന്ന രീതിയിൽ മുണ്ടുടുക്കാറുമില്ല. വൃദ്ധകളായ ഈ സഹോദരിമാരുടെ കൊലപാതകത്തെക്കുറിച്ച് ഞാൻ പിന്നീട് എഴുതുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വിശദമായി അതിൽ പ്രതിപാദിക്കാം. SK എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു. SKയുടെ അമ്മാവിൻ്റെ മകൻ ഷ്രോഫ് ആയിരുന്നു അത്. മിഡിൽ ഈസ്റ്റിലെ അൽമാസ് ജ്വല്ലറിയുടെ ഒമാൻ മാനേജറാണ് ഷ്രോഫ്. മിക്ക സമയത്തും വിദേശ രാജ്യങ്ങളിലായിരിക്കും പുള്ളി. നാട്ടിൽ വന്നാൽ SKയെ കാണാതെ പോകാറില്ല. പാവറട്ടിയിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഷ്രോഫിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അറിവിൻ്റെ വള്ളിക്കുടിലാണ് ഷ്രോഫ്. പരന്ന വായനയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരേ സമയം ബാലരമയും ഒപ്പം ഖസാക്കിൻ്റെ ഇതിഹാസവും വായിക്കുമായിരുന്നു എന്ന് SK പറഞ്ഞു കേട്ടിട്ടുണ്ട്. SK പോലെ തന്നെ അപാര നിരീക്ഷണ സ്വഭാവമുള്ള വ്യക്തിയാണ് ഷ്രോഫ്. SKയെ കുറ്റാന്വേഷണ മേഖലയിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചതും ഷ്രോഫായിരുന്നു. ഭാസ്കർ വിൽസിലെ വേട്ടനായ്ക്കൾ എന്ന ഷെർലക് ഹോംസ് നോവൽ ആദ്യമായി SK വായിച്ചത് ഷ്രോഫ് സമ്മാനിച്ചിട്ടാണെന്ന് എനിക്കറിയാം. എന്നേക്കാൾ കൂടുതൽ വിശാലമായി ചിന്തിക്കുന്നത് ഷ്രോഫാണെന്ന് SKയും. അതല്ല, SKയാണ് കേമനെന്ന് ഷ്രോഫും പരസ്പരം അംഗീകാരം എന്ന നിലയിൽ പുകഴ്ത്താറുണ്ട്. അരമണിക്കൂറിനകം ഷ്രോഫ് ദിശനാവിലാസത്തിൽ എത്തിച്ചേർന്നു. നീ ഇതെപ്പോൾ പൊട്ടി വീണു? ഇന്നലെയല്ലേ നീ സൗദിയിലുണ്ടായിരുന്നത്? ഷ്രോഫിനെ കണ്ട സന്തോഷത്തിൽ SK മുറ്റത്തേക്ക് ഇറങ്ങി ചെന്ന് സ്വീകരിച്ചു. ഞാൻ ഇന്ന് രാവിലെ വന്നതാ, നാളെ വൈകിട്ട് തന്നെ തിരിച്ചു പോകും. അതിൻ്റെ ഇടയിൽ നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നോട് വിശേഷം ചോദിച്ചിട്ട് ഷ്രോഫ് പിന്നെ SKയുടെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചു. അപ്പോഴേക്കും ഞാൻ ചായയും പലഹാരങ്ങളും എല്ലാം എടുത്തു വച്ചു. ചായ കുടിക്കുമ്പോഴും അവർ സംസാരിച്ചു കൊണ്ടേയിരുന്നു. സലാല ബ്രാഞ്ചിലെ ജ്വല്ലറിയുടെ സ്റ്റാഫ് തന്നെ നടത്തിയ മോഷണത്തെക്കുറിച്ചായിരുന്നു അവരുടെ ചർച്ച. ഷ്രോഫെ, നിന്നെപ്പോലെ ബുദ്ധിരാക്ഷസനായ ഒരു മാനേജറും കൃത്യമായ ഓഡിറ്റിങ്ങും സ്റ്റോക്ക് ടേക്കിങ്ങും പിന്നെ CCTV ക്യാമറയും ഒക്കെയുള്ള ഒരു വലിയ ജ്വല്ലറിയിൽ അയാൾ എങ്ങനെയാണ് മോഷണം നടത്തിയത്? ഈ മോഷണം സാധാരണ രീതിയിൽ നടക്കുന്ന നേർക്ക് നേരെയുള്ള ഒരു അപഹരണമല്ല, മറിച്ച് ആ കടയെക്കുറിച്ചും മറ്റ് കടകളുമായി ഞങ്ങളുടെ ഡിസൈൻ കോമ്പറ്റീഷനെ കുറിച്ചുമെല്ലാം വ്യക്തമായി അറിയാവുന്ന സമർത്ഥനായ ഒരു സെയിൽസ്മാൻ നടത്തിയ ഒരു തട്ടിപ്പായിരുന്നു അത്. ആഭരണങ്ങൾക്കായി സ്വർണം മുറിക്കുന്ന നാടൻ തട്ടാൻ്റെ ചെറിയ മോഷണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടത്തരം ജ്വല്ലറികളിൽ 22 ക്യാരറ്റ് സ്വർണം വിൽക്കാൻ വരുന്ന ഉപഭോക്താവിൽ നിന്നും 21 ക്യാരറ്റിൻ്റെ വിലയിട്ട് പറ്റിക്കുകയും ആഭരണങ്ങളുടെ സ്റ്റോൺ വെയിറ്റ് പറഞ്ഞ് കളികളും നടത്തുന്ന സെയിൽസ്മാൻമാരെയും നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റിലിറങ്ങിയ ഞങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈൻ വെച്ചുള്ള ബുദ്ധിപൂർവമായ ഒരു ഗെയിമാണ് ഇയാൾ കളിച്ചത്. ഞങ്ങൾ ഇറക്കുന്ന ഏറ്റവും പുതിയ മോഡലിൻ്റെ കോപ്പി ഉണ്ടാക്കുവാൻ കഴിയുന്ന
സമർത്ഥനായ ഒരു തട്ടാൻ്റെ മകനായിരുന്നു ഈ സെയിൽസ്മാൻ എന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകി എന്നത് മാത്രമാണ് എനിക്ക് പറ്റിയ അബദ്ധം. ആരോ വന്ന് കോണിമ്പെല്ലടിച്ചപ്പോൾ എസ് കെ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു കൊടുത്തു. ആഗതനുമായി സോഫയിലിരുന്ന് എസ് കെ സംസാരിച്ചുകൊണ്ടിരുന്നു. എസ് കെ അന്വേഷിച്ചതല്ലെങ്കിലും ഷ്രോഫിൻ്റെ കണിശതയോടെയുള്ള നിരീക്ഷണ പാഠവും നിറഞ്ഞ ആ ജ്വല്ലറി കേസ് ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. പിന്നീടൊരിക്കൽ ഞാൻ വായനക്കാരുമായി അത് പങ്കുവെക്കുന്നതാണ്. ചായ കുടിച്ചു കഴിഞ്ഞെങ്കിലും ഷ്രോഫ് അവിടെ തന്നെ ഇരുന്ന് എന്നോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു. ഞാനപ്പോൾ എസ് കെ പറഞ്ഞ് എഴുതിപ്പിച്ച ആ കുറിപ്പ് ഷ്രോഫിന് നീട്ടി. അതിൽ പറയാതെ പറഞ്ഞ തീയതി കണ്ടുപിടിക്കാൻ ഷ്രോഫിന് സാധിക്കുമോ എന്നറിയാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് എസ് കെ ചോദിച്ചതുപോലെ ഞാൻ ആ ചോദ്യം ഷ്രോഫിനോട് ചോദിച്ചു. ഷ്രോഫ് അത് വായിച്ചിട്ട് ചുമരിലെ കലണ്ടറിലേക്കും കൂടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് എഴുതിയത് 2016 ഡിസംബർ 6 ചൊവ്വാഴ്ചയായിരുന്നു എന്നതിൽ ഇതിൽ നിന്നും വ്യക്തമാണല്ലോ എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എസ് കെ ചിന്തിച്ച പോലെ തന്നെ ഷ്രോഫും ചിന്തിച്ചിരിക്കുന്നു. എന്നാൽ ഷ്രോഫ് അത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ ആകാംക്ഷയായി. ശബരിമല തീർത്ഥാടനം, ക്രിസ്തുമസ്, ഹർത്താല്, മാസാദ്യം തുടങ്ങിയ എത്ര കാര്യങ്ങളുടെ സഹായത്തിലായിരിക്കും ഷ്രോഫ് ഇത് കണ്ടുപിടിച്ചിരിക്കുക എന്നറിയാനായി ഞാനതൊക്കെ ചോദിച്ചപ്പോൾ ഷ്രോഫിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അയ്യവ, എന്തിനാ ജാൻ ഇത്രയധികം കാര്യങ്ങൾ? ഇതിലെ ഒരേ ഒരു കാര്യം മാത്രം മതിയല്ലോ, തീയതിയും ദിവസവും അറിയാൻ. മരണാസന്നയായ മുഖ്യമന്ത്രി ജയലളിതയെക്കുറിച്ചുള്ള ചാനലിലെ സായാഹ്ന ചർച്ചയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അന്ന് രാത്രിയാണ് അവർ മരിക്കുന്നത്. അപ്പോൾ പിന്നെ ജയലളിത മരിച്ച ദിവസം നോക്കിയാൽ മതിയല്ലോ തീയതിയും ദിവസവും അറിയാൻ. അത് എത്ര നാൾ കഴിഞ്ഞാലും ഒരു മാറ്റവും ഉണ്ടാവുകയുമില്ല. എസ് കെ പോലെ തന്നെ ഷ്രോഫും സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കുകയും വിശാലമായി ചിന്തിക്കുകയും ചെയ്യുന്നുവെന്ന് എനിക്കപ്പോൾ നേരിട്ട് ബോധ്യമായി. ചരിത്രബോധ്യമുള്ള വ്യക്തിക്ക് 100 വർഷം കഴിഞ്ഞാലും ഈ തീയതി അറിയാൻ സാധിക്കുമെന്ന് എസ് കെ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അധികം താമസിയാതെ തന്നെ ഷ്രോഫ് യാത്ര പറഞ്ഞിറങ്ങി. എസ് കെ അപ്പോഴും സോഫയിലിരുന്ന് അയാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതോ കാര്യമായ കേസായിരിക്കാനാണ് സാധ്യത. അയാൾ പോയി കഴിഞ്ഞ ശേഷവും എസ് കെ സോഫയിൽ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് ചെന്നിരുന്ന് എന്നിട്ട് എസ് കെയോടായി ചോദിച്ചു, നേരത്തെ എസ് കെ തന്ന കുറിപ്പിൽ ജയലളിതയുടെ മരണദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ലേ? ഷ്രോഫ് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ഗുരുവായൂരുണ്ടായിരുന്നത് ഡിസംബർ 5 തിങ്കളാഴ്ച ആയിരുന്നു എന്ന് മനസ്സിലാവും. ജയലളിതയെ പരാമർശിച്ചതിൽ തീയതി ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് ഞാൻ അത്ര ആലോചിച്ചില്ല. അങ്ങനെയെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ഈ തീയതി ഈ കുറിപ്പിൽ നോക്കിയാൽ പറയാൻ പറ്റും, അല്ലേ എസ് കെ? ഇത് കേട്ടതും എസ് കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, പറ്റും ജാനി, പറ്റും. പക്ഷെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഭാവിയിൽ ഇതേ പേരിൽ ഒരു മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ വരികയും രോഹിണിയായി ഡിസംബർ മാസത്തിൽ മരിക്കുകയും ചെയ്താലോ? അപ്പോൾ ഈ നിഗമനങ്ങൾ പാളിച്ച് സംഭവിക്കും. എൻ്റെ തലയിൽ ഇപ്പോൾ അതൊന്നുമല്ല ജാനി. ഇപ്പോൾ വന്നുപോയ ആള് ഒരു കേസുമായിട്ടാണ് വന്നിട്ടുള്ളത്. സുഹൈൽ എന്നാണ് അയാളുടെ പേര്. ആനപ്പള്ളിയിലാണ് വീട്. അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടു. തികച്ചും സാധാരണ മരണമായിരുന്നു. ഖബറടക്കമെല്ലാം കഴിഞ്ഞിട്ട് ദിവസങ്ങളായി. ഇപ്പോൾ ഇയാൾക്കൊരു സംശയം, അത് കൊലപാതകമായിരുന്നു എന്ന്. വെറും സംശയം മാത്രമല്ല, അതിന് ഉപോത്ബലകമായി കുറച്ച് കാര്യങ്ങൾ സുഹൈൽ എന്നോട് പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോൾ എനിക്കതിൽ വലിയ താല്പര്യം തോന്നുന്നു. ഒന്ന് അന്വേഷിച്ച് നോക്കാം. സുഹൈൽ പറഞ്ഞത് പ്രകാരം ഇത് കൊലപാതകമാണെങ്കിൽ 1 അല്ല 3 എണ്ണമാണ് നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ 3 സാധാരണ മരണങ്ങൾ മാത്രം. 3 ജില്ലകളിലാണ് നടന്നിട്ടുള്ളത്. ആദ്യം കണ്ണൂരിലെ കുറുവയിൽ, പിന്നെ മലപ്പുറത്തെ നന്നമുക്കിൽ, അവസാനം നമ്മുടെ തൃശ്ശൂരിലെ ആനപ്പള്ളിയിലും. സുഹൈലിൻ്റെ പിതാവിൻ്റെ ഖബറടക്കമെല്ലാം കഴിഞ്ഞ് ഇത്ര ദിവസമായ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും? ഞാൻ ഈ കേസ് പുറകിൽ നിന്നാണ് അന്വേഷിക്കാൻ പോകുന്നത്. അഥവാ ആദ്യ മരണം നടന്ന കണ്ണൂരിൽ നിന്ന് അവസാനമേ സുഹൈലിൻ്റെ പിതാവിലേക്ക് വരികയുള്ളൂ. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? സുഹൈൽ എന്താണ് എസ് കെയോട് പറഞ്ഞത്? എസ് കെ ഒന്നും മിണ്ടിയില്ല. കുറേ നേരമായി ആലോചനയിൽ തന്നെയാണ്. ഒന്നും പറയുന്നില്ല. സോഫയിൽ നീട്ടിവെച്ച അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പതുക്കെ തടവിക്കൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ എസ് കെ, ഇത്രയ്ക്കും വിഷമം പിടിച്ച കേസാണോ സുഹൈലിൻ്റെ? വിഷമം പിടിച്ചതുകൊണ്ടല്ല. ഇതിൽ അന്വേഷിക്കാൻ മാത്രമുള്ളതൊന്നും പ്രത്യക്ഷത്തിൽ ഞാൻ കാണുന്നില്ല. 3 മരണങ്ങൾ നടന്നു, അതും 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ. അതിൽ അവസാനം മരണപ്പെട്ടതാണ് സുഹൈലിൻ്റെ പിതാവ്. ഈ 3 മരണങ്ങൾ തമ്മിൽ ചെറിയൊരു സാമ്യം തോന്നുന്നു. കൂടാതെ മരണത്തിൻ്റെ മുമ്പുള്ള തൻ്റെ പിതാവിൻ്റെ ഒരു അവസ്ഥ കൂടി സുഹൈൽ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം തോന്നി തുടങ്ങി. എനിക്ക് മുമ്പ് സുഹൈൽ ഇൻസ്പെക്ടർ വഹാബിനെ പോയി കണ്ടിരുന്നു. വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ വഹാബാണ് സുഹൈലിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. സത്യത്തിൽ എന്താണ് സുഹൈലിൻ്റെ പ്രശ്നം? സുഹൈൽ ഒരു പ്രവാസിയാണ്. പിതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞാണ് അദ്ദേഹം ഖത്തറിൽ നിന്നും വന്നത്. തികച്ചും സാധാരണമായ ഒരു മരണമായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം. മരണാനന്തര കർമ്മങ്ങളും മറ്റും കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം പിരിഞ്ഞതിന് ശേഷം ഇന്നലെയാണ് സുഹൈലിൻ്റെ ഭാര്യ ഇക്കാര്യം പറഞ്ഞത്. അതായത് മരണത്തിന് മുമ്പ് അവരുടെ ഉപ്പ കുറച്ച് അസ്വസ്ഥനായിരുന്നത്രേ. അദ്ദേഹം മരിക്കുന്നതിനും ഏകദേശം ഒരാഴ്ച മുമ്പ് മലപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടിരുന്നു. കുന്നംകുളത്തുള്ള ഒരു ആശുപത്രിയിൽ വെച്ചാണ് മരിക്കുന്നത്. അന്ന് അവിടെ പോയി വന്നതിന് ശേഷമാണ് അദ്ദേഹം ആകെ അസ്വസ്ഥനായി തുടങ്ങിയത്. കൂട്ടുകാരൻ മരിച്ചതിലുള്ള സങ്കടമായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ അദ്ദേഹം ഏറെ ഭയചകിതനായിരുന്നു.
എപ്പോഴും എല്ലാ വാതിലുകളും അടച്ചിടും. മുൻവശത്തെ വാതിൽ പൂട്ടിയോ എന്ന് കൂടെ കൂടെ വന്ന് അന്വേഷിക്കും. ആരെയും കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. പഞ്ചായത്തിൽ നിന്നും ആളുകൾ വന്നിട്ടും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. അകാരണമായൊരു ഭയം അദ്ദേഹത്തെ പിടികൂടിയിരുന്നു. അദ്ദേഹം ആരെയോ ഭയപ്പെട്ടിരുന്ന പോലെ അവർക്ക് തോന്നി. 2-3 ദിവസം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ പതുക്കെ ഭയം മാറി തുടങ്ങി. പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ആളുകളെ കാണുകയും അവരുമായി ഇടപെടുകയും ചെയ്തു തുടങ്ങി. പഞ്ചായത്തിൽ നിന്നും ആളുകൾ വരികയും അവരുമായി സംസാരിക്കുകയും പതിയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് മരണപ്പെടുന്നത്. പഞ്ചായത്തിൽ നിന്നും എന്തിനാണ് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വരുന്നതെന്ന് ഞാൻ ചോദിക്കുമ്പോഴേക്കും SK പറഞ്ഞു തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പ പഞ്ചായത്ത് മെമ്പറായിരുന്നു, കൂടാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും. അതിനാൽ എപ്പോഴും വരാന്തയിൽ ആൾക്കാരുണ്ടാവും. വരാന്തയ്ക്ക് അപ്പുറത്തായി വീടിൻ്റെ തെക്ക് ഭാഗത്ത് ചെറിയൊരു മീറ്റിംഗ് ഹാൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നാണ് അദ്ദേഹം ചർച്ചകളെല്ലാം നടത്താറുള്ളത്. അവിടെ അദ്ദേഹത്തിനൊരു ചാരുകസാരയുണ്ട്. ആ ചാരുകസാരയിൽ ചാരിക്കിടന്നുകൊണ്ടാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചതും. പേര് അബ്ദുൽ ഖാദർ എന്നാണ്. വയസ്സ് 60 കഴിഞ്ഞു. നേതാക്കളും പ്രമുഖരുമെല്ലാം മരണവാർത്തയറിഞ്ഞ് എത്തിയിരുന്നു. നീട്ടിയ കാൽ മടക്കി സോഫയിൽ ചമ്രം പടിഞ്ഞിരുന്ന് SK സംസാരിച്ചു കൊണ്ടേയിരുന്നു. മറ്റൊരു മരണം നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ നന്നാമുക്ക് എന്ന സ്ഥലത്താണ്. മുസ്തഫ എന്ന വ്യക്തിയാണ് മരണപ്പെട്ടത്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിറ്റേ ദിവസം മരണപ്പെട്ടു. ആശുപത്രിയിൽ വെച്ച് മരിച്ച ഈ മുസ്തഫയെ കാണാനാണ് അബ്ദുൽ ഖാദർ വന്നത്. ഇവർ 2 പേർക്ക് മുമ്പ് മരണപ്പെട്ടത് കണ്ണൂർ ജില്ലയിലെ കുറുവ എന്ന സ്ഥലത്തുള്ള സെയ്തു എന്ന വ്യക്തിയായിരുന്നു. ദീർഘകാലമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദ്രോഗിയായിരുന്നു അദ്ദേഹം. സ്വവസതിയിൽ വെച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കേട്ടെടുത്തോളം അത്ര പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലല്ലോ. എല്ലാം സാധാരണ മരണങ്ങൾ. അതെ, അങ്ങനെയാണ് എനിക്കും തോന്നിയത്. എന്നാൽ ഈ മരണങ്ങൾ തമ്മിൽ ചില സാദൃശ്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കേസ് പുറകിൽ നിന്നും അന്വേഷിക്കാൻ തോന്നിയത്. എന്താണത്? ഇവർ 3 പേരും വർഷങ്ങൾ നീണ്ട സൗഹൃദ ബന്ധമുള്ളവരാണ്. അതെങ്ങനെ SK? 3 പേരും 3 ജില്ലകളിലല്ലേ? അങ്ങനെ പാടില്ല എന്നുണ്ടോ? എന്നാലും ജാനിയുടെ ചോദ്യം പ്രാധാന്യമുള്ളതാണ്. ഇവർ 3 പേരും മുമ്പ് ഖത്തറിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നതാണ്. പ്രവാസ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് അവർ നാട്ടിൽ സ്ഥിരതാമസമാക്കി. ഒരാൾ വിശ്രമ ജീവിതവും മറ്റൊരാൾ കച്ചവടവും. 3ാമത്തെ ആൾ അഥവാ സുഹൈലിന്റെ പിതാവ് രാഷ്ട്രീയത്തിലുമായി നിലയുറപ്പിച്ചു. ഇതിലൊരു ചെറിയ ബന്ധമുണ്ടെങ്കിലും എന്നെ ആകർഷിച്ചത് ഇതൊന്നുമല്ല. ഇവർ 3 പേരും മരണപ്പെട്ടിട്ടുള്ളത് കൃത്യം ഒരാഴ്ചയുടെ വ്യത്യാസത്തിലാണ്. തുടർച്ചയായ 3 വ്യാഴാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് മരണം നടന്നിട്ടുള്ളത്. ഇത് 3ഉം കൊലപാതകമാണെന്ന് എന്നൊന്നും ഞാൻ പറയുന്നില്ല. സുഹൈലും അങ്ങനെ അഭിപ്രായമില്ല. ഒരുപക്ഷെ യാദൃച്ഛികമായി സംഭവിച്ചതാവാം മുമ്പ് പറഞ്ഞ ബന്ധങ്ങൾ. എന്നാലും മറ്റു 2 മരണങ്ങൾ നടന്ന മലപ്പുറത്തും കണ്ണൂരും കൂടി ഒന്ന് അന്വേഷിക്കണം. എങ്കിലേ ചിത്രം വ്യക്തമാവൂ. അവിടെയെല്ലാം പോയിട്ട് എന്തന്വേഷിക്കാനാണ് SK? മരണം നടന്നിട്ട് ഇത്ര ദിവസങ്ങളായി. ഒരാൾക്ക് പോലും ഒരു സംശയവും മരണത്തിൽ ഉണ്ടായിട്ടില്ല. അവരുടെ ബന്ധുക്കളെല്ലാം മരണശേഷം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെ പോയാൽ SK നിരാശനാവുകയോ ഉണ്ടാവുകയുള്ളൂ. അതെല്ലാം ശരിയാണ് ജാനി. എന്നാൽ സുഹൈലിന്റെ പിതാവ് മരണത്തിന് ഒരാഴ്ച മുമ്പ് ഭയന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതും മലപ്പുറത്തെ മുസ്തഫ മരിച്ചിട്ട് കാണാൻ പോയി വന്നതിന് ശേഷം. അതെന്തിനായിരിക്കും? എന്ത് കേട്ടിട്ടാണ് അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് അദ്ദേഹം ഭയന്നത്? ഇതുപോലെയുള്ള ഭയം മറ്റു 2 പേരും മരണത്തിന് മുമ്പ് പ്രകടിപ്പിച്ചിരുന്നോ? ഉണ്ടെങ്കിൽ എന്താണ് കാരണം? അങ്ങനെ ഉണ്ടെങ്കിൽ അവ ഈ മരണങ്ങളുമായി ബന്ധമുണ്ടാകുമോ? ഇവയൊക്കെയാണ് എൻ്റെ സംശയങ്ങൾ. ഇതിനായി മറ്റു 2 സ്ഥലത്തും കൂടി എനിക്ക് പോകേണ്ടതുണ്ട്. SK അവിടെ പോയി എങ്ങനെ അന്വേഷിക്കും? അവിടെ ആർക്കും പരാതിയില്ലല്ലോ. മാത്രവുമല്ല അവരാരെയും പരിചയവുമില്ല. അതിന് സുഹൈലിന്റെ സഹായം എനിക്ക് തേടണം. മാത്രവുമല്ല ഇവരുടെ എല്ലാം കുടുംബ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളും കുറച്ചുകൂടി ചോദിച്ചറിയാനുണ്ട്. കൂടാതെ വഹാബിന്റെ സഹായവും വേണ്ടിവരും. പോകുന്നതിന് മുമ്പ് അവരെ 2 പേരെയും കൂടി കണ്ടിട്ടേ ഞാൻ പോവുകയുള്ളൂ. എനിക്കെന്തോ ഈ കേസ് അത്ര സുഖമുള്ളതായി തോന്നുന്നില്ല. വാലും തലയുമില്ലാത്ത ഈ കേസ് SKക്ക് ദോഷമായി ഭവിക്കുമോ എന്നൊരു ഭയം ഉള്ളിലുണ്ടായി. SK പരാജയപ്പെട്ട ഒരു കേസ് എഴുതാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാനൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തന്നെ SK ഹിലാലിലേക്ക് പുറപ്പെട്ടു. ഹിലാൽ എന്നത് ഇൻസ്പെക്ടർ വഹാബിന്റെ വീടാണ്. സുഹൈലിനെ വഹാബിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. വഹാബുമായും സുഹൈലുമായും സംസാരിച്ചു. ശേഷം അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വരാതെ കണ്ണൂർക്കും പിന്നീട് മലപ്പുറത്തേക്കും യാത്ര തിരിച്ചു. പുറപ്പെടും മുമ്പ് എന്നെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. യാത്രയിൽ വിവരങ്ങൾ അറിയാനായി ഞാൻ പിന്നെ SKയെ ഫോണിൽ വിളിച്ചില്ല. അന്വേഷണത്തിന്റെ ഇടയിൽ അതൊരു ശല്യമാകണ്ട എന്ന് ഞാൻ വിചാരിച്ചു. പുലർച്ചെയാണ് SK പിന്നെ തിരിച്ചു വന്നത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ SKയുടെ മുഖം മ്ലാനമായിരുന്നു. ഞങ്ങൾ 2 പേരും ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹം വന്നു കിടന്നതും ഉടൻ ഉറങ്ങിപ്പോയി. മഹാഗണി മരത്തിന്റെ കീഴെ വീണ ഇലകളെല്ലാം പതുക്കെ ഞാൻ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ SK ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നു. ആ SK എഴുന്നേറ്റോ, ഞാൻ ചായ തരാം. ചായ വേണം, പക്ഷെ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ. കൈകൾ 2ഉം കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് SK എൻ്റെ അടുത്തേക്ക് വന്നു. ഇന്നലെ പോയതിൽ വല്ല കാര്യമുണ്ടായോ SK? ഇല്ല ജാനി, ഈ കേസിൽ ഇനിയൊന്നും ചെയ്യാനില്ല. 99% സ്വാഭാവിക മരണങ്ങൾ. ബാക്കിയുള്ള 1% എന്നത് സംശയം മാത്രമാണ്.
മരണം പ്രത്യക്ഷത്തിൽ സ്വാഭാവികമാണെങ്കിൽ, ഡെഡ് ബോഡിക്ക് കേടുപാടുകളില്ലെങ്കിൽ, മറ്റ് സംശയങ്ങളും പരാതികളും ഒന്നുമില്ലെങ്കിൽ പിന്നെ അത് കൊലപാതകമാവില്ലല്ലോ. അതല്ലാതെയുള്ള വിഷം ഉള്ളിലേക്ക് എത്തിയുള്ള മരണം, വിശപ്പുകയോ മറ്റു വാതകങ്ങളോ, ശ്വാസം മുട്ടിയുള്ള മരണം, രക്തം കട്ടപിടിച്ച് ഹൃദയത്തിലേക്കുള്ള സഞ്ചാരം തടസ്സപ്പെട്ടുള്ള മരണം തുടങ്ങിയ കുറേയേറെ കാരണങ്ങൾ വേറെയുണ്ട്. അതിനൊക്കെയുള്ളൊരു മാർഗം ഇനിയുള്ളത് സംസ്കാരം കഴിഞ്ഞ ശവശരീരങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കുക എന്നതാണ്. അതാകട്ടെ തീർത്തും അസാധ്യവും. കാരണം മരണത്തിൽ ദുരൂഹതയില്ല, ആർക്കും പരാതിയില്ല, പോലീസ് കേസെടുത്തിട്ടില്ല. അവസാനം മരണപ്പെട്ട വ്യക്തിയുടെ മകനുണ്ടായ കേവലം ഒരു സംശയം മാത്രം. അത് വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ തന്നെ ഈ കേസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സുഹൈലിനും വഹാബിനും അക്കാര്യം ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞു. സാധാരണ ഏതെങ്കിലും കേസിൽ തെളിവുകളൊന്നും കിട്ടാതെ വരുമ്പോൾ SK ആകെ അസ്വസ്ഥനാവാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത്ര ദൂരം വരെ പോയി അന്വേഷിച്ചിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ലല്ലോ എന്നൊരു പ്രയാസം മാത്രം. മുണ്ട് മടക്കി കുത്തി മുറ്റത്ത് നിന്ന് തിണ്ണയിലേക്ക് ചാടിക്കയറി SK പത്രവായന ആരംഭിച്ചു. ഞാൻ പതിയെ അടുക്കളയിലേക്കും കയറി. പ്രാതൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും SK അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഇല്ല ജാനി, അത് കൊലപാതകമാവാൻ തീരെ സാധ്യതയില്ല. വിഷം കുടിക്കുകയോ ജീവിതംശനമോ ശ്വാസം മുട്ടി മരിക്കുകയോ ചെയ്താൽ ശവശരീരം കണ്ടാൽ തന്നെ അത് തിരിച്ചറിയാൻ കഴിയും. മരണവീട്ടിലെത്തിയ കുറച്ച് ആളുകളോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങളും അവർ കണ്ടതായി ഓർക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. SK എങ്ങനെയാണ് അവരുമായി ഇതെല്ലാം സംസാരിച്ചത്? SK ആരെന്നവർക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, പോകുന്നതിന് മുമ്പ് സുഹൈലിനെ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചിരുന്നു. കണ്ണൂർ മരണപ്പെട്ട സെയ്തുവിൻ്റെ പെങ്ങളുടെ മകൻ റമീസിനെയും മലപ്പുറത്ത് മരണപ്പെട്ട മുസ്തഫയുടെ മകൻ ഷാജിയെയും സുഹൈൽ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എനിക്ക് വേണ്ട സഹായങ്ങൾ മറ്റും നൽകുവാനും അവർ തയ്യാറായി. കൂടാതെ എന്തെങ്കിലും നിയമസഹായം വേണ്ടി വന്നാൽ നൽകാനായി അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ വിളിച്ച് വഹാബും സംസാരിച്ചിരുന്നു. അതിനാൽ എൻ്റെ അന്വേഷണങ്ങൾക്കൊരു തടസ്സവും അവിടെ നേരിട്ടില്ല. വീട്ടുകാരുമായെല്ലാം സംസാരിച്ചു. ഇല്ല, അതിൻ്റെ ആവശ്യവുമില്ല. എനിക്ക് പ്രധാനമായും അറിയേണ്ടത് മരണത്തിന് തൊട്ടു മുമ്പത്തെ ദിവസങ്ങളിൽ അവർ ഭയക്കുകയോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടായോ എന്നത് മാത്രമാണ്. പിന്നെ വേറെ ചില ചോദ്യങ്ങളും. അതിനായി കുറച്ച് ആളുകളെ കണ്ടു. റമീസും ഷാജിയും അതിനെ ഏർപ്പാടാക്കി തന്നു. SKയുടെ വീക്ഷണത്തിൽ ഇത് സാധാരണ മരണങ്ങൾ തന്നെയാണ്. സുഹൈൽ സൂചിപ്പിച്ച സാദൃശ്യങ്ങളെല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതായിരിക്കാനല്ലേ സാധ്യത? അതെ, അതിനാണ് കൂടുതൽ സാധ്യത. ആദ്യം മരണപ്പെട്ട സെയ്ദ് ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. സ്ഥിരമായി അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. നടാല എന്നവർ വിളിക്കുന്ന ഒരു ഔട്ട് ഹൗസ് പോലെയുള്ള ഒരു ചെറിയ വിശ്രമമുറി അവരുടെ വീടിൻ്റെ മുൻവശത്തുണ്ടായിരുന്നു. അവിടെ ഉച്ചയൂണിന് ശേഷം വെറുതെ ഒന്ന് മയങ്ങുകയായിരുന്നു അദ്ദേഹം. അതിൻ്റെ ഇടയിലാണ് മരണം സംഭവിക്കുന്നത്. പിതാവിനെ വിളിക്കാനായി അവിടേക്ക് വന്ന മകൾ സഹലയാണ് ആദ്യം സെയ്തുവിനെ കാണുന്നത്. വിളിച്ചിട്ടും ഉണരാതായപ്പോൾ മകൾ ഉറക്കെ കരഞ്ഞു വിളിച്ചു. പിതാവിനെ ഉടൻ തന്നെ അഞ്ചരക്കണ്ടി നൻസ് ആശുപത്രിയിൽ എത്തിക്കാനായി കുറുവയിൽ തന്നെ ഉണ്ടായിരുന്ന റമീസിനെ സഹല ഫോൺ ചെയ്ത് വിളിച്ചു. നൻസിലെ ഡോക്ടർ വർഗീസ് പാലക്കാരനാണ് അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇതിനു മുന്നേ കടുത്ത നെഞ്ചുവേദന വന്നിട്ട് സെയ്തുവിന് ഇതുപോലെ ചെറിയ ബോധക്ഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉഗ്രവേദന വരുമ്പോൾ നാവിനടിയിൽ വെക്കാനായി ഡോക്ടർ കൊടുത്ത ഗുളിക വച്ചപ്പോഴാണ് അന്ന് അദ്ദേഹത്തിന് സമാധാനമായത്. ഇപ്പോഴും അത്തരത്തിലുള്ള ബോധക്ഷയമായിരിക്കുമെന്ന് മകൾ കരുതി. അന്ന് കൊടുത്ത പോലെ കൊടുക്കാനായി പിതാവിൻ്റെ ഗുളികകൾ സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് പാത്രത്തിൽ നോക്കിയപ്പോൾ ഗുളിക ഉണ്ടായിരുന്നില്ല. വീണ്ടും റമീസിനെ വിളിച്ചു. വരുന്നതിന് മുമ്പായി മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഐസോഡിൽ എന്ന ഗുളികയും വാങ്ങി വരണമെന്ന് പറഞ്ഞു. സ്പെല്ലിംഗ് കൃത്യമായി എഴുതി അയക്കാൻ പറഞ്ഞപ്പോൾ സഹല ഒരു കടലാസിൽ ആ ഗുളികയുടെ പേരെഴുതി ഫോട്ടോ എടുത്ത് റമീസിനെ വാട്സപ്പ് ചെയ്തു കൊടുത്തു. എന്നാൽ സെയ്തുവാകട്ടെ അതിനേക്കാളെല്ലാം മുമ്പേ തന്നെ മരണപ്പെട്ടിരുന്നു. SK, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കുട്ടിക്ക് എങ്ങനെ ആ സമയത്ത് ആ മരുന്നിൻ്റെ പേര് ഓർമ്മ വന്നു? എഴുതി കൊടുക്കാൻ മാത്രം അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ആരെങ്കിലും ഓർത്തു വെക്കുമോ? മാത്രവുമല്ല വേറെയും മരുന്നുകൾ കഴിക്കുന്നുണ്ടാവുമല്ലോ. അതിൽ നിന്ന് നാവിൻ്റെ അടിയിൽ വയ്ക്കേണ്ട ഗുളിക ഇതാണെന്ന് എങ്ങനെ സഹലയ്ക്കപ്പോൾ ഓർമ്മ വന്നു? മറ്റു ഗുളികകളെപ്പോലെ ഇതും സ്ഥിരം കഴിക്കുന്ന ഗുളികയൊന്നുമല്ലല്ലോ. ജാനി, നീ അടിപൊളിയാണല്ലോ. നല്ല ചോദ്യങ്ങൾ. പക്ഷെ ഇതിനെല്ലാം കൂടി ഒറ്റ മറുപടി തരാം. സഹല പഠിക്കുന്നത് ബിഫാമിനാണ്. പാരസെറ്റമോൾ ഇൻഗ്രീഡിയൻസും കുറച്ച് ഫ്ലേവറിംഗ് ഏജൻസും കൂട്ടിക്കലർത്തി ടാബ്ലറ്റ് ഉണ്ടാക്കുന്ന ബിഫാം വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ ഒരു പ്രയാസമാണോ ജാനി? ഞാനൊന്നും പറഞ്ഞില്ല. എൻ്റെ സംശയം ഒരുപക്ഷെ ഇതേപോലെ തന്നെ SKയ്ക്കും വന്നിട്ടുണ്ടാവും. അത് റമീസിനോട് ചോദിച്ചിട്ടുമുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ സഹലയുടെ പഠനത്തെക്കുറിച്ചും മറ്റും റമീസ് SKയോട് പറഞ്ഞത്. ഇനിയുള്ളത് മലപ്പുറം നന്നമുക്കിലുള്ള മുസ്തഫയുടെ മരണമാണ്. നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹത്തെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ECGയിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അല്പം സമാധാനമായി. വീട്ടിലേക്ക് പോകാൻ തയ്യാറായ ദിവസമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. സിവിൽ അറ്റാക്ക് ആയിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡിസ്ചാർജ് സെറ്റിൽമെൻറ്റ് ചെയ്യാനായി മുസ്തഫയുടെ ഭാര്യ താഴെ പോയി വന്നപ്പോഴാണ് ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കാണുന്നത്. ഞാൻ വെറുതെ ഒന്ന് മൂളി. SK എന്നെ ചെറുതായെന്ന് പരിഹസിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ എൻ്റെ അനിഷ്ടം SKയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു.
കൈ കഴുകി ടവൽ കൊണ്ട് തുടച്ചതിന് ശേഷം ആ ടവൽ എൻ്റെ തോളിലേക്കിട്ട് എൻ്റെ മുഖം അല്പം ഉയർത്തിക്കൊണ്ട് എസ് കെ പറഞ്ഞു, എൻ്റെ ജാനി, നീ പിണങ്ങല്ലേ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിന്റെ ചോദ്യത്തിന് ഒരു തെറ്റുമില്ല. ഒരു ബിഫാം വിദ്യാർത്ഥിനി ആയിരുന്നു സഹലയെന്ന് നിനക്കറിയാമായിരുന്നല്ലോ. അതിനാൽ നിന്റെ ചോദ്യം കൃത്യമാണ്. അത്തരമൊരവസ്ഥയിൽ പല പെൺകുട്ടികൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ എസ് കെയും റമീസിനോട് ഞാൻ ചോദിച്ച പോലെ ചോദിച്ചിട്ടുണ്ടാവുമല്ലേ? ഇല്ല ജാനി, ഞാൻ ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ റമീസ് സഹലയെക്കുറിച്ച് വാതോരാതെ എന്നോട് പറയുന്നുണ്ട്. അമ്മാവൻ്റെ മകളല്ലേ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മുറപ്പെണ്ണ്. അതെന്തെങ്കിലും ആവട്ടെ, ഇവിടെ എൻ്റെ ചിന്ത പോയത് അങ്ങനെയല്ല. സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരു പിതാവ് ചെയ്തു. അപ്പോൾ തീർച്ചയായും മകൾ മരുന്നുകൾ വാങ്ങുകയും കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായും ആ മരുന്നുകളുടെ പേരുകളും ഓർമ്മയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ ജാനി അവസാനം ചോദിച്ച ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ്. ദിവസവും കഴിക്കുന്ന ഗുളികയല്ലല്ലോ, പിന്നെ എങ്ങനെ ഓർമ്മയിൽ നിൽക്കുമെന്ന്. അതിനെൻ്റെ സല്യൂട്ട്. സഹല ബിഫാം സ്റ്റുഡൻ്റ് ആണെന്ന് അറിയുമ്പോൾ ആ ചോദ്യവും അപ്രസക്തമാവും. അതും പറഞ്ഞിട്ട് എസ് കെ കമ്പ്യൂട്ടർ ഓണാക്കി. കണ്ണൂരിലെ സെയ്തു കഴിച്ചിരുന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ റമീസ് വാട്സപ്പ് ചെയ്ത് കൊടുത്തിരുന്നു. അതിലെ ഓരോ മരുന്നുകളും ഗുളികകൾ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് പ്രിസ്ക്രിപ്ഷനിലെ അവസാനത്തെ മരുന്നിൻ്റെ പേര് കാണിച്ചിട്ട് എസ് കെ എന്നോട് പറഞ്ഞു, നോക്കൂ ജാനി, ഇതാണ് ഗുളിക, ഐസോഡിൽ 5 mg. ഈ കാണുന്ന SOS എന്നത് ആവശ്യം വരുമ്പോൾ മാത്രം കഴിക്കുക എന്നത്. അത് പറഞ്ഞു തീർന്നതും റമീസിൻ്റെ ഫോൺ വന്നു. എസ് കെ അത് സ്പീക്കർ മോഡിലേക്ക് മാറ്റിയിട്ട് കമ്പ്യൂട്ടറിൽ നോക്കി മൗസ് സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരുന്നു. സാർ, ഞാൻ റമീസാണ്. എന്ത് പറ്റി റമീസ്, എന്ത് പറ്റി? സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ റമീസ്. ഇപ്പോൾ എന്നെ സഹല വിളിച്ചിരുന്നു. ഖാദറങ്കിളിൻ്റെ മരണത്തിൽ സുഹൈൽക്കാക്ക് സംശയമുള്ളതും സാർ അത് അന്വേഷിക്കാനായി ഇവിടെ വന്നതുമെല്ലാം ഞാൻ അവളോട് മുമ്പ് പറഞ്ഞിരുന്നു. സാറിനെ അവൾക്ക് നേരത്തെ അറിയാം. എസ് കെ സാർ അന്വേഷിക്കുന്നുവെങ്കിൽ അതിലെന്തെങ്കിലും സത്യമുണ്ടാവുമെന്നും അങ്ങനെയെങ്കിൽ അവളുടെ ഉപ്പാടെ മരണത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ദുരൂഹതയുണ്ടാവുമെന്നും ഉള്ളൊരു ഭയം അവൾക്കുണ്ട്. റമീസേ, ഞാൻ പറഞ്ഞിരുന്നില്ലേ അവരോടൊന്നും ഇക്കാര്യം പറയണ്ട എന്ന്. ഇതിൽ ദുരൂഹത ഉള്ളതിനാലല്ല ഞാൻ അന്വേഷിച്ചത്, മറിച്ച് കേവലം ചില സംശയങ്ങൾ ദൂരീകരിക്കാനാണ്. സാർ, അതല്ല ഇപ്പോൾ പ്രശ്നം. പിന്നെ സെയ്തുമാമ മരിക്കുന്ന സമയത്ത് ഒരു ഗുളിക വാങ്ങാനായി സഹല അതിൻ്റെ പേരെഴുതിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് കേട്ടതും എസ് കെയുടെ മുഖത്ത് ഗൗരവഭാവം വന്നു. തുറന്നു വെച്ച വെബ്സൈറ്റ് ക്ലോസ് ചെയ്ത് മൊബൈൽ ഫോണിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. റമീസ്, എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതിനെപ്പറ്റി അപ്പോൾ ചോദിച്ചിരുന്നല്ലോ. പക്ഷെ അതെല്ലാം ക്ലിയർ ചാറ്റ് ചെയ്തെന്നല്ലേ റമീസ് പറഞ്ഞ്? ഞാനത് ക്ലിയർ ചാറ്റ് ചെയ്തില്ലായിരുന്നു. അത് സാറിന് കാണിക്കുകയാണെങ്കിൽ സഹല എനിക്ക് അയച്ച മുമ്പത്തെ മെസ്സേജുകളും സാർ കാണുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞത്. എസ് കെ മുമ്പ് പറഞ്ഞത് കൃത്യമായിരിക്കുന്നു. മുറപ്പെണ്ണായതുകൊണ്ടാവാം എസ് കെയോട് സഹലയെക്കുറിച്ച് വാതോരാതെ റമീസ് സംസാരിച്ചിരുന്നത്. പക്ഷേ എസ് കെക്ക് അവരുടെ പ്രണയകഥ അറിയാനല്ലായിരുന്നു താല്പര്യം. അതെല്ലാം വിടൂ റമീസ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? സാർ, അന്ന് സഹല അയച്ച ആ മരുന്നിൻ്റെ പേരെഴുതിയ കടലാസുണ്ടല്ലോ, അത് സെയ്തുമാമ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപത്ത് നിന്നും കിട്ടിയതായിരുന്നു. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. കിട്ടിയ ആ കടലാസിൽ മരുന്നിൻ്റെ പേര് എഴുതി എനിക്ക് അയച്ചു തന്നു. അതുകൊണ്ടെന്താ പ്രശ്നം റമീസ്? ആ കടലാസിൽ എന്തോ ഒരു വിചിത്രമായ ചിത്രമുണ്ടായിരുന്നു. അന്നതൊന്നും അത്ര കാര്യമായി നോക്കിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സാർ വന്നതിനെക്കുറിച്ചും എന്നോടത് ചോദിച്ചപ്പോൾ ഞാൻ ക്ലിയർ ചാറ്റ് ചെയ്തു എന്ന് കള്ളം പറഞ്ഞതുമെല്ലാം സഹലയുമായി സംസാരിച്ചപ്പോഴാണ് അവൾ പറഞ്ഞത് ആ കടലാസ് സാറിന് കാണിച്ചു കൊടുക്കാൻ. ഒരുപക്ഷെ എന്തെങ്കിലും ദുരൂഹത അതിലുണ്ടെങ്കിലോ എന്ന്. എസ് കെയുടെ മുഖത്ത് രക്തം ഇരച്ചു കയറുന്നത് ഞാൻ കണ്ടു. കുഴപ്പം പിടിച്ച കേസുകളിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമ്പോൾ എസ് കെയുടെ മുഖത്ത് ഇത്തരത്തിലുള്ള മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. അയക്കൂ റമീസ്. ആ കടലാസ് ഉടൻ തന്നെ എനിക്ക് വാട്സപ്പിൽ അയക്കൂ. ആ കടലാസ് ഇപ്പോഴും കയ്യിലുണ്ടോ? കടലാസ് കയ്യിലില്ല സാർ, അതെവിടെയോ നഷ്ടപ്പെട്ടു. അത്ര ഗൗരവമില്ലാത്തത് കൊണ്ട് ആരും ആ കടലാസ് ഗൗനിച്ചിട്ടുണ്ടാവില്ല. പിന്നീട് എപ്പോഴും മുറികളെല്ലാം അടിച്ചു പോരുമ്പോഴോ മറ്റോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അന്ന് ഫോട്ടോ എടുത്തയച്ചത് വാട്സപ്പിലുണ്ട്. അത് ഞാൻ ഇപ്പോൾ തന്നെ അയച്ചു തരാം. ഉടനെ തന്നെ റമീസിൻ്റെ മെസ്സേജ് വന്നു. ഏകദേശം ഒരാളുടെ മുഖം പോലെ തോന്നിക്കുന്ന ചുവന്ന മഷിയിൽ വരച്ച ആ ചിത്രം എസ് കെ കുറച്ചു നേരം നോക്കി നിന്നു. ശേഷം ആ ചിത്രം ഉടൻ തന്നെ ഷാജിക്കും സുഹൈലിനും അയച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജും അയച്ചു. ഞാൻ അയക്കുന്ന ഈ ഫോട്ടോ അല്ലെങ്കിൽ ഇതിന് സമാനമായ ഒരു ചിത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഉപ്പ മരിക്കുന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമോ? വീട്ടിൽ മൊത്തം ഒന്ന് തിരിഞ്ഞു നോക്കണം. ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിലോ? 2 വിവരവും എന്നെ എത്രയും പെട്ടെന്ന് അറിയിക്കുക. ഫോണിലുള്ള ആ ചിത്രത്തിൻ്റെ ഓരോ ഭാഗവും എസ് കെയും സൂം ചെയ്ത് നോക്കിയ ശേഷം ഫോൺ എനിക്ക് തന്നിട്ട് അദ്ദേഹം ഗൂഗിൾ തുറന്നു. ഞാൻ ആ ചിത്രം ശരിക്കും ഒന്ന് നോക്കി. കട്ടിയുള്ള പേന കൊണ്ട് വെള്ള പേപ്പറിൽ ചുവന്ന മഷിയാണ് ആ ചിത്രം വരച്ചിട്ടുള്ളത്. പേപ്പറിൻ്റെ ഏറ്റവും താഴെയായി ഒരു മൊബൈൽ നമ്പർ കാണുന്നുണ്ട്. നൺസ് എന്നൊരു വാട്ടർമാർക്കും ആ പേപ്പറിലുണ്ട്. സഹലയുടെ പിതാവിനെ കാണിക്കാനായി അഞ്ചരക്കണ്ടി നൺസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് എസ് കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേയുള്ളൂ. ഒരുപക്ഷെ അത് ആശുപത്രിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡ് ആകാനാണ് സാധ്യത. അതിലുള്ള ആ ചിത്രം ഒരു മനുഷ്യമുഖം പോലെ തോന്നിക്കുന്നുണ്ട്. മൂക്കും ചുണ്ടും പിന്നെ കണ്ണിന് സമാനമായ രീതിയിൽ രൂപവുമുണ്ട്. എന്തായാലും എസ് കെയുടെ നിരീക്ഷണം എന്താണെന്ന് അറിയട്ടെ.
ഗൂഗിൾ തെരച്ചിൽ അവസാനിപ്പിച്ച എസ് കെ എൻ്റെ നേരെ തിരിഞ്ഞിരുന്ന് ചോദിച്ചു, ജാനിക്ക് എന്തു തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഇതിലത്ര വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ്. കുട്ടികളാരെങ്കിലും വരച്ചതാവാം. നൻസിലെ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവിടുത്തെ ലെറ്റർ പാഡ് ആ വീട്ടിലുണ്ടാവുക സ്വാഭാവികം. വർഗീസ് ഡോക്ടർ വഴിയോ മറ്റോ അവിടെ എത്താമല്ലോ. ആ ചിത്രം കൊലപാതകി വരച്ചതാവാൻ എന്തെങ്കിലും സാധ്യത ജാനി കാണുന്നുണ്ടോ? സെയ്തുവിനെ ഒരാൾ കൊല്ലുകയും എന്നിട്ട് ഇത്തരത്തിലൊരു ചിത്രം തെളിവായി അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുക എന്നതിൽ ഞാനൊരു സാധ്യതയും കാണുന്നില്ല. ജാനി, ഇതിനെ തുടർന്ന് വേറെയും 2 മരണങ്ങൾ കൂടി നടന്നിട്ടുണ്ട് എന്ന് ഓർക്കുക. ഒരുപക്ഷെ ഈ ചിത്രം മറ്റ് 2 മരണങ്ങളിലേക്കുള്ള സൂചികയാണെങ്കിലോ? ഏകദേശം സമാനമായ രീതിയിൽ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ കുറ്റാന്വേഷകൻ ആദ്യം ചെയ്യുക ഇതിൽ ബാക്ക് ഡ്രോപ്പ് കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ അത്തരത്തിലുള്ള കളക്ഷൻസ് ഉണ്ട് താനും. 3 മരണങ്ങളും തമ്മിലുള്ള സാമ്യം നോക്കുമ്പോൾ എസ് കെ പറയുന്നത് ശരിയാണ്. ഞാൻ ജാനിയുടെ സാധ്യതയെ എതിർത്തത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം ആ വാദം അബദ്ധമാണ്. നൺസ് എന്നാൽ കന്യാസ്ത്രീകൾ എന്നാണ് അർത്ഥം. നൺസും വർഗീസ് ഡോക്ടറുമൊക്കെ കൂടിച്ചേർത്തപ്പോഴാണ് ജാനി അത്തരത്തിലുള്ള ഒരു സാധ്യതയിൽ എത്തിയത്. കണ്ണൂർ എന്നല്ല, കേരള സംസ്ഥാനത്തിൽ എവിടെയും നൺസ് എന്ന പേരിൽ ഒരു ആശുപത്രി ഉള്ളതായി എനിക്കറിയില്ല. എന്നാൽ മിക്ക ആശുപത്രികളിലും നൺസ് ഉണ്ട് താനും. സംശയമുണ്ടെങ്കിൽ ജാനി ഗൂഗിളിൽ തപ്പി നോക്കുക. മാത്രവുമല്ല, താഴെയുള്ള നമ്പർ ഒരു മൊബൈൽ നമ്പർ അല്ല, അതിൽ 6 അക്കങ്ങളേ ഉള്ളൂ. ഇതിലുള്ള അക്കങ്ങൾ വ്യക്തമായും കാണുന്നുണ്ട്. അപ്പുറവും ഇപ്പുറവുമുള്ള അക്കങ്ങൾ മാഞ്ഞും പോയിട്ടില്ല എന്ന് വ്യക്തം. ഇനിയൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നൺസ് എന്നത് ആശുപത്രിയുടെ പേരിൽ വാട്ടർമാർക്കാണെങ്കിൽ നാം നേരത്തെ കണ്ട മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാട്ടർമാർക്ക് ഉണ്ടായില്ല? അത് ശരിയാട്ടോ എസ് കെ, ഞാൻ അതത്ര ആലോചിച്ചില്ല. ഗൂഗിളിൽ ഞാൻ നോക്കിയപ്പോൾ അഞ്ചരക്കണ്ടിയിൽ നൺസ് എന്ന പേരിൽ ഒരു ആശുപത്രി കണ്ടില്ല. പക്ഷെ അവിടെ ഒരു ആശുപത്രി ഉണ്ട്. അത് നൺസ് അല്ല, പിന്നെ നാൻസാണ്. നാലകത്ത് അബ്ദുള്ളയും സഹോദരൻ നാലകത്ത് സുലൈമാനും കൂടി നടത്തുന്ന നാൻസ്. ഉച്ചാരണം ഒരേപോലെയാണെങ്കിലും രണ്ടും രണ്ടാണ്. ഇവരുടെ പേരിൻ്റെ ഇനീഷ്യലാണ് ആ ആശുപത്രിക്ക് ഇട്ടിട്ടുള്ളത്, NANS. അപ്പോൾ പിന്നെ ഈ ലെറ്റർ പാഡ് അവിടെ നിൽക്കട്ടെ. ഈ ചിത്രം നോക്കൂ, ഇത് കൂട്ടി വരച്ചതായി ജാനിക്ക് തോന്നുന്നുണ്ടോ? ചേസിൽ ടിപ്പ് മാർക്കർ കൊണ്ടാണ് ഇത് വരച്ചിട്ടുള്ളത്. കാലിഗ്രാഫി എല്ലാം വരയ്ക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ ചിത്രം വരച്ചത് അത്യാവശ്യം വരയ്ക്കാൻ അറിയുന്നയാളാണ്. ഒരു കുട്ടി വരച്ചതല്ല എന്ന് കൃത്യമായി പറയാൻ പറ്റും. അപൂർണമായ 2 കണ്ണുകൾ, മൂക്ക്, പിന്നെ ചിരി വരുന്ന ചുണ്ടും. 2 കണ്ണിൻ്റെ ഭാഗങ്ങൾ ജാനി ശ്രദ്ധിച്ചു. അവ മറ്റു ഭാഗത്തേക്കാളും അല്പം കട്ടി കൂടി തോന്നിക്കുന്നു. മൂക്ക് താഴേക്ക് വരുന്തോറും വണ്ണം കുറഞ്ഞു വരുന്നു. ഇത് വരച്ചയാൾ എന്തിനായിരിക്കും കണ്ണിൻ്റെയും പുരികത്തിൻ്റെയും പോലെയുള്ള ഈ ഭാഗത്ത് അല്പം കട്ടി കൂട്ടിയത്? കണ്ണുകൊണ്ട് കാണണമെന്ന് എസ് കെ എപ്പോഴും പറയാറുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ നോക്കിയപ്പോൾ എസ് കെ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും കണ്ടില്ല. എസ് കെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു, ജാനി, ഇതൊരു കൊലപാതകമാണെങ്കിൽ ഈ ചിത്രം മറ്റുള്ളവർക്കുള്ള ഒരു സൂചനയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചിത്രം മലപ്പുറത്തുള്ള ഷാജിക്കും ഇവിടെയുള്ള സുഹൈലിനും അയച്ചു കൊടുത്തത്. മുസ്തഫ മരിച്ചപ്പോഴും അവിടെ ഈ ചിത്രം ഉണ്ടായിരുന്നിരിക്കും. അത് കണ്ടിട്ടാവണം സുഹൈലിൻ്റെ പിതാവ് ഭയന്നത്. അപ്പോൾ മരണപ്പെട്ട 3 പേർക്കും അറിയാവുന്ന ഒരു ചിത്രമായിരിക്കും ഇത്. എനിക്കുറപ്പാണ് അവരുടെ വീട്ടിൽ നിന്നും ഈ ചിത്രം കണ്ടു കിട്ടുക തന്നെ ചെയ്യും. ഇതിൽ ഭയപ്പെടേണ്ടതായ ഒരു കാര്യം, സുഹൈലിൻ്റെ വീട്ടിൽ നിന്നും ഈ ചിത്രം കണ്ടുകിട്ടിയാൽ അതിനർത്ഥം 4മതൊരു കൊലപാതകം കൂടി ഉണ്ടാകും എന്നുള്ളതാണ്. എസ് കെ അത് പറഞ്ഞതും എസ് കെയുടെ മൊബൈലിലേക്ക് സുഹൈലിൻ്റെ കോൾ വന്നു. എൻ്റെ ശബ്ദം വരണ്ടു, കാൽ വിറച്ചു. പക്ഷേ എസ് കെയുടെ മുഖത്ത് ആവേശമാണ്. തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം കൃത്യമായതിൻ്റെ ആനന്ദം. എന്നാൽ ആ ആനന്ദം ഉടൻ അസ്തമിച്ചു പോയി. കാരണം അങ്ങനെ ഒരു ചിത്രം സുഹൈലിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായിരുന്നു ആ ഫോൺ സന്ദേശം. അല്പനേരത്തിന് ശേഷം ഷാജിയും വിളിച്ചു. ഇതേ ഉത്തരം തന്നെയാണ് അവിടെ നിന്നും ലഭിച്ചത്. എസ് കെയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു. അദ്ദേഹം ആകെ നിരാശനായി. ഇടയിൽ അല്പം പ്രതീക്ഷ വന്നതായിരുന്നു. അത് അപ്പോൾ തന്നെ ഇല്ലാതാവുകയും ചെയ്തു. വൈകുന്നേരം വരെ എന്തോ ദുഃഖത്തിലായിരുന്നു എസ് കെ. ഇടയ്ക്കിടയ്ക്ക് ഫോണെടുത്ത് ആ ചിത്രം നോക്കും. രാത്രി അല്പം മാത്രം ഭക്ഷണം കഴിച്ച് എസ് കെ നേരത്തെ തന്നെ കിടന്നുറങ്ങി. എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത തലവേദനയും വന്നു. അടുക്കളയിലെ പാത്രങ്ങളെല്ലാം കഴുകാതെ അവിടെ ഉപേക്ഷിച്ച് ഞാനും എസ് കെയോടൊപ്പം കിടന്നു. ശരീരം കുളിരുന്നത് പോലെ അനുഭവപ്പെട്ടു. എനിക്ക് ചെറുതായി പനി വരുന്നുണ്ടെന്ന് തോന്നുന്നു. എസ് കെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എസ് കെയെ നോക്കിക്കൊണ്ടിരിക്കെ പതിയെ ഞാൻ ഉറങ്ങിപ്പോയി. രാത്രിയിൽ എപ്പോഴും എസ് കെ ഞെട്ടി എഴുന്നേറ്റു. പെട്ടെന്ന് ഷർട്ട് ധരിച്ച് പുറത്തേക്കിറങ്ങി. ശബ്ദം കേട്ട് ഞാനും എഴുന്നേറ്റു. എസ് കെ എവിടെ പോകുന്നു ഈ രാത്രിയിൽ? ജാനി ഉറങ്ങിക്കോളൂ, ഞാൻ ഹിലാൽ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ സമയത്തോ? ഹിലാൽ വഹാബ് ഇപ്പോൾ നല്ല ഉറക്കത്തിലായിരിക്കും. ഞാൻ വഹാബിനെ കാണാനല്ല പോകുന്നത്. വഹാബിനെ കാണാനാണെങ്കിൽ പിന്നെ എന്തിനാ ഹിലാലിൽ പോകുന്നത്? ജാനി കിടന്നോളൂ, എല്ലാം ഞാൻ വന്നിട്ട് പറയാം. അതും പറഞ്ഞ് എസ് കെ പുറത്തേക്കിറങ്ങി. ഞാനാകെ വിഷമത്തിലായി. എന്തായാലും എസ് കെ തിരിച്ചു വരട്ടെ. എസ് കെ ഈ അന്വേഷണത്തിൽ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാനായി കിടന്നു. നേരം വെളുത്തിട്ടും എസ് കെ വന്നിരുന്നില്ല. ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞു വൈകിട്ട് വരാമെന്ന്. വൈകിട്ടും കാണാതായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു. കുറച്ച് തിരക്കിലാണ്, രാത്രിയിൽ എത്താമെന്ന് ഉറപ്പു തന്നു. പിന്നെ ഞാൻ വിളിച്ചില്ല. ചെറുതായി പനിക്കുന്നതിനാൽ ഞാൻ നേരത്തെ കിടന്നു. അർദ്ധരാത്രിയിൽ എസ് കെ കയറി വന്നു.
പട നയിച്ച് ജയിച്ചു വരുന്ന യോദ്ധാവിനെ പോലെ. SKയുടെ മനോഹരമായ നയനങ്ങൾ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഏറെ സന്തോഷവാനായ അദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. എന്തായി SK? ജാനിക്കെന്തേ വയ്യാത്ത പോലെ? അത് സാരമില്ല, ചെറുതായി പനിക്കുന്നുണ്ട്, അത് പോട്ടെ. പോയ കാര്യം എന്തായി? എല്ലാം ശുഭം. ആണോ? എന്നിട്ട്? കൊലപാതകിയുടെ കയ്യിലണിയിച്ച വിലങ്ങിൻ്റെ മറുഭാഗം ഇപ്പോൾ ഇൻസ്പെക്ടർ വഹാബിൻ്റെ ബലിഷ്ഠമായ കൈകളിൽ വിശ്രമിക്കുകയാണ്. കിഴക്ക് നിന്നും മരിച്ചിറങ്ങിയ ബാലസൂര്യൻ്റെ പൊൻകിരണങ്ങൾ ദിശനാവിലാസത്തിൻ്റെ മുകളിലും എത്തിച്ചേർന്നു. ജാനി നല്ല ഉറക്കമാണ്. നെറ്റിയിൽ തൊട്ടു നോക്കുമ്പോൾ നല്ല ചൂട്. ജാനിയെ ഉണർത്താതെ ഞാൻ പതുക്കെ എഴുന്നേറ്റു. അടുക്കളയിൽ കയറിയൊരു ചായ ഉണ്ടാക്കി. അതുമായി കോലായിലെ തിണ്ണയിൽ വന്നിരുന്നു. മാതൃഭൂമിയിലെ തലക്കെട്ടുകൾ എന്നെ നോക്കി കണ്ണിറുക്കി. മഹാഗണിയുടെ വീണ കിടക്കുന്ന ഇലകളെ നോക്കി സൂര്യൻ സഹതപിക്കുന്നുണ്ട്. ചൂടുള്ള ചായ കുടിച്ചുകൊണ്ട് ഞാൻ പത്രം വായിച്ചു തുടങ്ങി. ഇടയിൽ വീണ്ടും ജാനിയെ പോയി നോക്കി. എഴുന്നേറ്റിട്ടില്ല. പാവം, നന്നായി പനിക്കുന്നുണ്ട്. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വേണം അവളെ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ. ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഞാൻ വന്നത്. ജാനിക്ക് പനിക്കുന്നുണ്ടെങ്കിലും സുഹൈലിൻ്റെ കേസിൻ്റെ ക്ലൈമാക്സ് അറിയാനായിരുന്നു തിടുക്കം. രാവിലെ പറയാമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അവൾക്ക് പാതിരാത്രി തന്നെ അത് കേൾക്കണമെന്ന് ശാഠ്യം പിടിച്ചതിനാൽ ഞാൻ ആ കേസിലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ അവളോട് പറഞ്ഞു. ജാനിക്കിപ്പോൾ തീരെ വയ്യാത്തതിനാൽ ബാക്കി സംഭവങ്ങൾ ഞാൻ തന്നെ നിങ്ങളോട് പറയാം. സത്യം പറഞ്ഞാൽ ഇതിലൊരു ബുദ്ധിപൂർവമായ ഒരു നിരീക്ഷണവും എന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഒരു നഴ്സറി കുട്ടിക്ക് പോലും ഏറ്റവും പെട്ടെന്ന് കണ്ടെത്താവുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ മണിക്കൂറുകൾ എടുക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെ എൻ്റെ പോരായ്മയാണ്. എന്തായാലും പ്രതിയെ ഇൻസ്പെക്ടർ വഹാബ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി തോന്നുന്ന 3 മരണങ്ങളുടെ പിന്നിലെ ദുരൂഹത അന്വേഷിക്കാനായിരുന്നല്ലോ ഞാൻ പോയത്. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതെല്ലാം സാധാരണ മരണങ്ങൾ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം സംശയാസ്പദമായ ഒന്നും തന്നെ ഇതിലുണ്ടായിരുന്നില്ല. എന്നാൽ കണ്ണൂരിലെ കുറുവ എന്ന സ്ഥലത്തുള്ള സൈദുവിൻ്റെ മൃതശരീരത്തിൻ്റെ അടുത്ത് നിന്ന് ലഭിച്ച ഒരു കടലാസ് ഇതിൽ വഴിത്തിരിവായി. അതിലുണ്ടായിരുന്ന ചിത്രവും അതുമായി ബന്ധപ്പെട്ടതുമെല്ലാം ജാനി മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ആ വിചിത്ര ചിത്രമുള്ള കടലാസ് വാട്സപ്പിൽ ലഭിച്ചതു മുതൽ ഞാനത് വളരെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. ആ ചിത്രത്തേക്കാൾ എന്നെ അതിൽ ആകർഷിച്ചത് അതിലെ വാട്ടർമാർക്കായിരുന്നു. നൻസ് എന്ന് എഴുതിയിരിക്കുന്നതിലെ അവസാനത്തെ അക്ഷരമായ എസ്സിന് എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി. അതെന്നെ അസ്വസ്ഥനാക്കി. ലെറ്റർ പാഡിൻ്റെ താഴെയുള്ള നമ്പറിൽ 6 അക്കങ്ങളാണ് ഉണ്ടായിരുന്നത്. 6 അക്കങ്ങളാകുമ്പോൾ അതൊരു പിൻകോഡാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഒരു പോസ്റ്റ് ഓഫീസ് റീജിയണിലും 9-ൽ തുടങ്ങുന്ന കോഡില്ല, ആർമി പോസ്റ്റിനൊഴികെ. അപ്പോഴാണ് തൊട്ടടുത്തുള്ള 1 എന്ന അക്കം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 919089 എന്ന നമ്പറിൽ 1 എന്ന അക്കത്തിൻ്റെ അടിയിൽ ഒരു കുനിപ്പ് കാണുന്നു. സത്യത്തിൽ 1 എന്ന അക്കത്തിൻ്റെ മുകളിലല്ല കുനിപ്പ് കാണേണ്ടത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത്. കുനിപ്പുള്ളത് 1ൻ്റെ അടിയിലല്ല, അതിൻ്റെ മുകളിൽ തന്നെയാണ്. എൻ്റെ നോട്ടത്തിലാണ് പിശക് പറ്റിയത്. ഞാനുടനെ മൊബൈൽ തല തിരിച്ചു പിടിച്ചു. അപ്പോൾ 1ൻ്റെ കുനിപ്പ് മുകളിലായി. അതോടെ തല തിരിഞ്ഞ എല്ലാതും ഒരു ചങ്ങല പോലെ ചേർന്ന് വന്നു. 919089 എന്ന സംഖ്യ 680616 ആയി. നൻസ് എന്നത് സുനു ആയി മാറി. നൻസിൻ്റെ അവസാനത്തിലുള്ള എസ് എന്ന അക്ഷരം മൂലമുണ്ടായിരുന്ന ബുദ്ധിമുട്ടും അതോടെ മാറിക്കിട്ടി. എസ് എന്ന അക്ഷരം തിരിഞ്ഞു കിടന്നതുകൊണ്ടായിരുന്നു എനിക്കതിൽ ബുദ്ധിമുട്ട് തോന്നിയത്. ഇത്ര നേരവും ഞാൻ ആ ലെറ്റർ പാഡ് തലതിരിച്ച് പിടിച്ചായിരുന്നല്ലോ നോക്കിക്കൊണ്ടിരുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് ലജ്ജ തോന്നി. എനിക്ക് എന്തുകൊണ്ട് ഇതൊന്ന് തലതിരിച്ച് പിടിച്ച് നോക്കാൻ ആദ്യമേ തോന്നിയില്ല? ഞാൻ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം അങ്ങനെ ചെയ്യുന്നതാണല്ലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സഹൽ എഴുതിയ ഐസോഡിൽ എന്ന മരുന്നിൻ്റെ പേരാണ് എന്നെ പറ്റിച്ചതെന്ന്. ലെറ്റർ പാഡ് തലതിരിച്ച് പിടിച്ചുകൊണ്ട് സഹൽ എഴുതിയപ്പോൾ ഞാനും അതിനെ പിന്തുടർന്നു. അത് കാരണം ലെറ്റർ പാഡ് തലതിരിഞ്ഞാണ് ഇരിക്കുന്നതെന്ന് എനിക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ലെറ്റർ പാഡ് നേരെ തിരിഞ്ഞപ്പോൾ അതിലെ ചിത്രവും തലതിരിഞ്ഞു. മുഖരൂപം അപ്രത്യക്ഷമായി. പക്ഷേ പുതുതായി വന്ന രൂപത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയൊക്കെയോ കണ്ടതുപോലെ തോന്നിച്ചു. കൃത്യമായി ഓർമ്മ കിട്ടുന്നില്ല. അതെന്നെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. രാത്രി കിടക്കുമ്പോഴും ഞാനത് ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഒരു കാലിഗ്രാഫി പോലെ തോന്നിക്കുന്ന ഇത് ഒരു പക്ഷേ അറബി അക്ഷരങ്ങളിലായിരിക്കുമോ? അതുകൊണ്ടാവുമോ എനിക്ക് അവ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നത്? എവിടെയാണെന്ന് ഒട്ടും ഓർമ്മ കിട്ടുന്നില്ല. ചേറ്റുവ മസ്ജിദിൻ്റെ മതിലിലാണോ അതോ മറ്റെവിടെയെങ്കിലുമാണോ? ഓർമ്മ കിട്ടാതെ ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. സ്വപ്നത്തിലാണോ അതോ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴാണോന്നറിയില്ല. ആ കാലിഗ്രാഫിയിലെ ഒരു ഭാഗം എവിടെയാണ് കണ്ടതെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഹിലാൽ, ഇൻസ്പെക്ടർ വഹാബിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ എഴുതി വച്ചിട്ടുണ്ട്. ഹിലാൽ എന്ന മലയാളത്തിലും അതിന് താഴെ അറബിയിലും. വഹാബിനോട് മുമ്പെപ്പോഴും ഞാനത് ചോദിച്ചിട്ടുമുണ്ട്. ആ അറബി വാക്കിൻ്റെ ആദ്യ അക്ഷരം തന്നെയായിരിക്കും ആ ലെറ്റർ പാഡിലുള്ളത്. എനിക്കത് നേരിട്ട് കണ്ട് ഉറപ്പിക്കേണ്ടതുണ്ട്. ജാനിയോട് അതൊന്നും അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ഞാൻ വഹാബിൻ്റെ വീട്ടുപടിക്കലേക്ക് പോയത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവ തമ്മിലുള്ള സാമ്യം ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ട് തീർച്ചപ്പെടുത്തി. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ, എല്ലാം കൃത്യമായി അറിയേണ്ടതുണ്ട്. പള്ളിയിലെ അഷ്റഫ് ഉസ്താദിനെ കാണാൻ ഞാൻ തീരുമാനിച്ചു. അഷ്റഫ് ഉസ്താദ് മുമ്പും എന്നെ കേസിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നേരം പുലരാൻ ഇനിയും സമയമുണ്ട്.
പള്ളിയിലെ പ്രഭാത പ്രാർത്ഥന ഇനിയും തുടങ്ങിയിട്ടില്ല. അതിനാൽ ഞാൻ മതിലിൻ്റെ പുറത്ത് കാത്തുനിന്നു. എൻ്റെ ചിന്ത വീണ്ടും ആ ലെറ്റർ പാഡിലേക്ക് തന്നെ പോയി. 680-616 എന്നത് കുണ്ടലിയൂർ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡാണ്. അവിടെ എവിടെയാണ് സുനു എന്ന പേരിലുള്ള ഒരു സ്ഥാപനമുള്ളത്? അറബി അക്ഷരം പോലെയുള്ള ഈ ലെറ്റർ പാഡിലെ ചിത്രം ഇനിയെങ്ങാനും ആരുടെയെങ്കിലും പേരാകുമോ? അങ്ങനെയെങ്കിൽ ഹിലാലിൻ്റെ ആദ്യ അക്ഷരമായിരിക്കും ഈ പേരിൻ്റെ ആദ്യ അക്ഷരം. അതെങ്ങനെയാണ്? അറബി വലത്തു നിന്നും ഇടത്തോട്ടിൽ എഴുതുക. അപ്പോൾ ആദ്യ അക്ഷരമല്ല, അവസാനത്തെ അക്ഷരമാണിത്. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ അഷ്റഫ് ഉസ്താദ് സമീപത്തേക്ക് എത്തി. ഹലോ SK, പള്ളിയിലേക്ക് വരുമ്പോൾ താങ്കളെ ഇവിടെ കണ്ടതായി ലത്തീഫാജി പറഞ്ഞു. എനിക്ക് തോന്നി എന്നെ കാണാനാവുമെന്ന്. അന്നത്തെ പോലെ വല്ല കേസുമാണോ? ഉസ്താദേ, ഇതെന്താണ്? വാട്സപ്പിൽ ആ ചിത്രം ഞാൻ ഉസ്താദിനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഗേറ്റിലെ ലൈറ്റിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് സൂക്ഷിച്ചു നോക്കി. ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഫോൺ തിരിച്ചു പിടിച്ച് കാണിച്ചു കൊടുത്തു. അല്ലാ, ഇത് ആദിൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഒട്ടും ആലോചിക്കാതെ അദ്ദേഹം പറഞ്ഞു, ഉറപ്പാണോന്നോ? മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടിക്ക് വരെ ഇത് വായിച്ചാൽ മനസ്സിലാവും. വേറെ എന്തെങ്കിലും ഉണ്ടോ അതിൽ? വേറെ ഒന്നും അങ്ങനെ കാണുന്നില്ല. ആദിൽ എന്നെഴുതിയ അക്ഷരങ്ങളെക്കുറിച്ച് സ്റ്റൈലാക്കി മാറ്റിയിട്ടുണ്ട്. മുകളിലേക്ക് അല്പം നീട്ടിയിട്ടും മറ്റും. ആദ്യത്തെ അക്ഷരം ആ, ഭാഷയിൽ അതിനെ ഐൻ എന്ന് പറയും. അതിൻ്റെ ദീർഘത്തെ മുകളിലേക്ക് നീട്ടി നടുവിൽ ചെറുതാക്കി ദി എന്നെഴുതി. പിന്നെ അവസാനം എല്ലെന്നും അറബി ഭാഷയിൽ അത് ലാം എന്നും അക്ഷരമാണ്. അതിനെയും മുകളിലേക്ക് നീട്ടി വരച്ചു. അറബി അക്ഷരങ്ങളെ നല്ല ഭംഗിയിൽ എഴുതുവാൻ വേണ്ടി ഇങ്ങനെ നീട്ടി വരച്ച് എഴുതാറുണ്ട്. ഉസ്താദിൻ്റെ പോക്കറ്റിലിരിക്കുന്ന ആ പേന കൊണ്ട് എൻ്റെ കയ്യിൽ ഹിലാൽ എന്ന അറബിയിലൊന്ന് എഴുതൂ. അവസാനത്തെ അക്ഷരം ഇതുപോലെ ഒന്ന് നീട്ടി വരച്ചോളൂ. ഉസ്താദ് കയ്യിലെഴുതിയത് ഞാൻ നന്നായി ശ്രദ്ധിച്ചു. വഹാബിൻ്റെ വീട്ടുപടിക്കൽ എഴുതിയ ഹിലാൽ എന്ന പേരിൻ്റെയും അവസാനമുള്ള എല്ല് എന്ന അക്ഷരം ഈ ചിത്രത്തിലെ പോലെ തന്നെ നീട്ടി വരച്ചതാണ്. അതാണ് എനിക്കതിൽ നല്ല കണ്ടുപരിചയം തോന്നിയത്. ആ കടലാസിൽ ആ എന്ന് എഴുതിയതിന് ശേഷം കടലാസ് തിരിച്ചു പിടിച്ചു. ശേഷം അതിന് ദീർഘം കൊടുക്കുന്ന വരെ നീട്ടി വരച്ചു. വീണ്ടും കടലാസ് പൂർവ്വസ്ഥിതിയിലാക്കി. ദിയും എല്ലാം എഴുതി. പിന്നെയും കടലാസ് തിരിച്ചു പിടിച്ചു. അവസാനത്തെ എൽ എന്ന അക്ഷരം നീട്ടി വരച്ചു. നമ്മൾ കടലാസിൽ പേന കൊണ്ട് ഒരു മുകളിലേക്ക് വരയ്ക്കുമ്പോൾ അത് വളയാൻ സാധ്യതയുണ്ട്. എന്നാൽ താഴേക്ക് വരയ്ക്കുമ്പോൾ ആ വര കൃത്യമായിരിക്കും. അതുകൊണ്ടാണ് വരകൾ വളയാതെ നീട്ടി വരയ്ക്കാൻ മാത്രം കടലാസിനെ തിരിച്ചു പിടിച്ചത്. ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങൾ അല്പം കട്ടി കൂടിയത് അതുകൊണ്ടാണ്. ഒറ്റ വരയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. മറിച്ച് കടലാസ് തിരിച്ചു പിടിച്ച് വരകളെ യോജിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉസ്താദിനോട് നന്ദി പറഞ്ഞ് ഞാൻ അവിടെ നിന്നും യാത്രയായി. പിന്നെ നേരെ പോയത് വഹാബിൻ്റെ അടുത്തേക്കാണ്. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. വഹാബിൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ വിവരിച്ചു കൊടുത്തു. എല്ലാം കേട്ടിട്ട് വഹാബ് പറഞ്ഞു, SK, കെയർ ആശുപത്രിയുടെ തൊട്ടടുത്ത് സുനു മെഡിക്കൽസ് എന്ന പേരിൽ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. ഞാൻ അവിടെ നിന്നും മരുന്ന് വാങ്ങിയിട്ടുണ്ട്. ആദിൽ എന്നയാളുടെ കടയാണോ അത്? അതറിയില്ല, നമുക്ക് അന്വേഷിക്കാം. എന്തായാലും വഹാബ് സിവിൽ ഡ്രസ്സിൽ വന്നാൽ മതി. ഞങ്ങൾ വാടാനപ്പള്ളിയിലെത്തി ഹോട്ടലിൽ നിന്നും പ്രാതൽ കഴിച്ചു. ശേഷം കെയർ ആശുപത്രിയുടെ സമീപത്തെത്തി. പക്ഷേ ആ മെഡിക്കൽ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. സുനു മെഡിക്കൽസ് എന്നെഴുതിയ ബോർഡിന്മേലുള്ള മൊബൈൽ നമ്പറിൽ ഞാൻ വിളിച്ചു. ഹലോ, ആദിലല്ലേ? അതേലോ, ആരാണ്? മെഡിക്കൽ ഷോപ്പ് എപ്പോഴാണ് തുറക്കുന്നത്? 8:30 മണിയാകും. ഫോൺ വെച്ചതിന് ശേഷം ഞാൻ ആ നമ്പർ ഫോണിൽ സേവ് ചെയ്തു. വാട്സപ്പ് തുറന്ന് അയാളുടെ പ്രൊഫൈൽ നോക്കി. എന്നിട്ട് ആ ഫോട്ടോയും നമ്പറും സുഹൈലിനും ഷാജിക്കും റമീസിനും അയച്ചു കൊടുത്തു. ഈ വ്യക്തിയെ എവിടെയെങ്കിലും കാണുകയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഫോണിലേക്ക് വല്ല കോളോ മെസ്സേജോ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷേ നിരാശയായിരുന്നു ഫലം. അവരുടെ ഫോണിലും ആ നമ്പർ ഉണ്ടായിരുന്നില്ല. അതിലൊരു പക്ഷേ വാട്സപ്പ് പ്രൊഫൈലായി ഉപയോഗിക്കുന്നത് മറ്റാരുടെയെങ്കിലും ഫോട്ടോ ആയിരിക്കുമോ? എന്തായാലും ആദിലിനെ നേരിൽ കാണാൻ തന്നെ തീരുമാനിച്ചു. 8:30 ആയപ്പോൾ ഒരു സ്ത്രീ വന്ന് മെഡിക്കൽ ഷോപ്പ് തുറന്നു. ആദിൽ അല്പം കഴിഞ്ഞ് വരികയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കാത്തിരുന്നു. അതിൻ്റെ ഇടയിൽ ആ പ്രൊഫൈൽ ഫോട്ടോ അവർക്ക് കാണിച്ച് അത് ആദിൽ തന്നെയെന്ന് തീർച്ചപ്പെടുത്തി. മെഡിക്കൽ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കണ്ണടക്കടയുണ്ട്, നെജുമ ഒപ്റ്റിക്കൽസ്. ആ കടക്കാരൻ ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അതുവരെ കാൽ കയറ്റി വെച്ചിരുന്ന കസേര തുടച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനായി നീക്കിയിട്ട് തന്നു. കണ്ണാടിക്കൂട്ടിൽ മനോഹരമായ ഫ്രെയിമുകൾ പല ഡിസൈനുകളിലായി അടുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പോക്കറ്റിലെ കണ്ണടയെടുത്ത് ധരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ വിലകളെല്ലാം വായിച്ചുകൊണ്ടേയിരുന്നു. അവയെല്ലാം നോക്കിക്കൊണ്ട് വഹാബും ഒപ്പം തന്നെയുണ്ട്. അതിൽ നിന്നും ഒരു കണ്ണടയുടെ ഫ്രെയിം എടുത്ത് കാണിച്ചിട്ട് അയാൾ എന്നോട് പറഞ്ഞു, സാറിന് ഈ കണ്ണട നന്നായി ചേരും കേട്ടോ. സാറിൻ്റെ മുഖത്ത് ചെറിയ താടിയുണ്ട്, മൂക്കാണെങ്കിൽ നീണ്ടതുമാണ്. നല്ല ഭംഗിയുണ്ടാവും ഇത് വച്ചു കഴിഞ്ഞാൽ. മാത്രവുമല്ല ഇത് കനം കുറവും ഫൈബറുമാണ്. മൂക്കിൻ്റെ വശങ്ങളിൽ കറുപ്പ് നിറം വരികയില്ല. എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം ഏത് തരത്തിലും നല്ല മോഡലിലും നല്ല ഗുണനിലവാരത്തിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. കടക്കാരനാൾ കൊള്ളാലോ എന്ന് ഞാൻ മനസ്സിലോർത്തു. ഇരിക്കാൻ കസേര തന്നത് ഇതിനായിരിക്കണം. എന്തായാലും അയാളുടെ ക്യാൻവാസിങ് എനിക്കിഷ്ടമായി. എന്നെ ആദ്യം നല്ലതുപോലെ പൊഴുത്തിയിട്ടാണ് അയാളുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയത്. താങ്കളുടെ മുഖം നീണ്ടതാണല്ലോ, ചെറിയ താടിയുണ്ട്.
എന്നിട്ടെന്തേ താങ്കൾ കണ്ണട വയ്ക്കാത്തത്? ഞാൻ തിരിച്ചു ചോദിച്ചു. എനിക്ക് പ്രായമൊക്കെ കൂടി വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, എന്നാലും കണ്ണിന് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. താങ്കൾക്കതിന് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. നല്ല ഗ്ലാമറാണ്, സൗന്ദര്യത്തിൽ നല്ല ശ്രദ്ധയുമുണ്ട്. ഇത്ര ഭംഗിയുള്ള ഇടതൂർന്ന കറുത്ത മുടിയുടെ കാര്യത്തിൽ വരെ താങ്കളുടെ സ്നേഹനിധിയായ ഭാര്യ മുംതാസ് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹൈവ, ഇതെന്ത് മറിമായം? സാറിന് എൻ്റെ മുമ്പ് പരിചയമുണ്ടോ? അയാൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു. എന്നെക്കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന വഹാബ് എല്ലാം കേട്ടുകൊണ്ട് ഊറിച്ചിരിക്കുകയാണ്. ചെറുപ്പക്കാരനും സുന്ദരനുമായ ആ കടക്കാരൻ്റെ കൈത്തണ്ടയിലെയും നെഞ്ചിലെയും രോമം നരച്ചിട്ടുള്ളത് എനിക്ക് കൃത്യമായി കാണാമായിരുന്നു. അയാളുടെ മുടി ഇടതൂർന്നതാണെങ്കിലും മുഴുവനായും ഡൈ ചെയ്തതാണെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും. കാരണം ഡൈ ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിനാൽ ഉള്ളിലൂടെയുള്ള നര പുറത്തേക്ക് ചെറുതായി കാണുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നര വാർദ്ധക്യമല്ല എന്ന് മനസ്സിലായി. ഒരുപക്ഷെ പാരമ്പര്യമാകാം. കൈകളിലും നെഞ്ചിലും നര വന്നതും അതുകൊണ്ടാവാം. എന്നാൽ അയാളുടെ മുടി പൂർണ്ണമായും പുറകുവശം ഉൾപ്പെടെ ഡൈ ചെയ്യാൻ അയാൾക്ക് സ്വയം കഴിയില്ല. ഭാര്യയുടെ സഹായമുണ്ടായിരിക്കാം. കൈവിരലിൽ മുംതാസ് എന്ന് പേരെഴുതിയ മോതിരം ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു. ഡൈ ചെയ്തതാണെങ്കിലും ആളൊരു സുന്ദരൻ തന്നെയായിരുന്നു. മനോഹരമായ കണ്ണുകൾ, നീണ്ടതും നല്ല ആകൃതിയിലുമുള്ള മൂക്ക്, മീശയും താടിയും വളരെ നേർത്ത രീതിയിൽ ട്രിം ചെയ്ത് വച്ചിരിക്കുന്നു. ചുവപ്പ് ചായം തേച്ചതുപോലെയുള്ള ചുണ്ടുകൾ. മീശയും താടിയും വടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇയാളൊരു സുന്ദരിയായ പെൺകുട്ടി പോലെ ഉണ്ടാകുമായിരുന്നു. ചുളിവുകളൊന്നും തന്നെ ഇല്ലാത്ത നല്ലതുപോലെ തേച്ച മുണ്ടും ഷർട്ടുമാണ് വേഷം. മുണ്ടാണപ്പോൾ ധരിച്ചിരുന്നതെങ്കിലും സ്ഥിരമായി സോക്സ് ധരിച്ചിരുന്ന വ്യക്തിയായിരിക്കണം. കാൽപാദവും ഉപ്പൂറ്റിയും നോക്കുമ്പോൾ അത് ബോധ്യമാവും. കൃത്യമായി നിരീക്ഷിച്ചാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയും. എന്നാലും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ അയാളോട് പറയാൻ തുനിഞ്ഞതും സുഹൈലിൻ്റെ ഫോൺ വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തു. മറുതലക്കൽ അല്പം പരിഭ്രമത്തിൽ സുഹൈൽ പറഞ്ഞു, സാർ, എനിക്കൊരു ചെറിയ സംശയം പോലെ തോന്നുന്നു. സാർ അയച്ചു തന്ന ഫോട്ടോയിലുള്ള വ്യക്തിയെപ്പോലൊരാൾ ഉപ്പ മരിച്ച ദിവസം ഉപ്പാനെ കാണാൻ വന്നിരുന്നു. ആണോ? ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല. ഞാൻ അന്നത്തെ ദിവസത്തെ CCTV ഫുട്ടേജ് ഇപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതാ. ദൈവമേ, നിങ്ങളുടെ വീട്ടിൽ CCTV ഉണ്ടായിരുന്നോ? ഇതെന്തുകൊണ്ട് എന്നോട് ആദ്യം പറഞ്ഞില്ല? ഞാനിതാ വരുന്നു. എനിക്ക് അതൊക്കെ ഒന്ന് കാണണം. ഞാനും വഹാബും ആദിലിനെ കാണാൻ നിൽക്കാതെ ഉടൻ തന്നെ അവിടെ നിന്ന് തിരിച്ചു. യാത്രക്കിടയിൽ വഹാബ് എന്നോട് പറഞ്ഞു, SK, നമുക്ക് ഈ ആദിലിനെ ഒന്ന് ശരിക്കും ചോദ്യം ചെയ്താലോ? വരട്ടെ വഹാബ്. CCTV ദൃശ്യങ്ങൾ കണ്ട് ഒന്ന് ഉറപ്പാകട്ടെ. മാത്രമല്ല, ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അയാളെ ചോദ്യം ചെയ്താൽ തന്നെ ഒരു കാര്യവുമില്ല. ഒരുപക്ഷെ അയാൾ നിരസിച്ചില്ല എന്ന് വയ്ക്കുക. അപ്പോഴും നമുക്ക് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കുള്ള ആകെയുള്ള തെളിവെന്നത് ആ ലെറ്റർ പാഡാണ്. അതെൻ്റെ ലെറ്റർ പാഡാണ്. ആ ചിത്രം വരച്ചത് ഞാനാണ്. അതെൻ്റെ പേരാണെന്നൊക്കെ അയാൾ സമ്മതിച്ചാലും ഒരു കാര്യവുമില്ല. അപ്പോൾ ആ പേപ്പർ എങ്ങനെ കണ്ണൂരുള്ള സെയ്തുവിൻ്റെ വീട്ടിലെത്തിയെന്ന് ചോദിക്കാം. അതിലും കാര്യമില്ല. അയാൾക്ക് അറിയില്ല എന്ന് പറയും. മാത്രവുമല്ല, ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ ലെറ്റർ പാഡും റൈറ്റിംഗ് പേപ്പറും എല്ലാം മിക്ക സ്ഥലത്തും കാണും. ഡോക്ടർമാർക്ക് വരെ അവരത് കൊടുക്കും, ഒരു പരസ്യത്തിനായി. ആദിലായിരിക്കും കുറ്റവാളി എന്ന് തന്നെയാണോ SK കരുതുന്നത്? പതിവ് കുറ്റാന്വേഷണ കഥയിൽ കാണുന്ന ഒരു ട്വിസ്റ്റ് വഹാബ് ഇവിടെ പ്രതീക്ഷിക്കേണ്ട. ആദിൽ തന്നെയാണ് കൃത്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ക്യാമറ ദൃശ്യങ്ങളൊന്ന് കാണട്ടെ, അപ്പോൾ എല്ലാ സംശയങ്ങളും തീരും. ഞങ്ങൾ സുഹൈലിൻ്റെ വീട്ടിലെത്തി വീട്ടുകാരെ എല്ലാം പരിചയപ്പെട്ടു. ശേഷം CCTV ഫുട്ടേജുകൾ നോക്കി തുടങ്ങി. വീടിൻ്റെ ഗേറ്റ്, സിറ്റ് ഔട്ട് പുറകുവശം, ബാൽക്കണി എന്നീ 4 ഭാഗത്ത് മാത്രമേ ക്യാമറ ഉണ്ടായിരുന്നുള്ളൂ. സുഹൈലിൻ്റെ പിതാവ് മരണപ്പെട്ട ആ മീറ്റിംഗ് ഹാളിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. എന്നാലും അന്നേ ദിവസം അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകളെയെല്ലാം ഞാൻ നന്നായി ഒന്ന് നിരീക്ഷിച്ചു. ചിലർ ഒറ്റയ്ക്കും മറ്റു ചിലർ കൂട്ടമായുമാണ് അദ്ദേഹത്തെ സന്ദർശിക്കുന്നത്. അതിൽ പഞ്ചായത്തിലുള്ളവരാരെല്ലാം മറ്റുള്ളവർ ആരൊക്കെയെന്ന് വീട്ടുകാരുമായി ചോദിച്ച് ഞാൻ സംശയം തീർത്തു. അതിൽ ഗേറ്റ് കടന്നു വരുന്നതും സിറ്റ് ഔട്ടിലൂടെ നടക്കുന്നതുമെല്ലാം കൃത്യമായി കാണുന്നുണ്ട്. ആദിലിനെ ക്യാമറയിൽ കണ്ടതും വഹാബ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. സുഹൈലിൻ്റെ പിതാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ ഹാളിൻ്റെ ഭാഗത്തേക്ക് ആദിൽ കടക്കുന്നതും കൃത്യം 15 മിനിറ്റിനകം തിരിച്ചു വരുന്നതും എല്ലാം ക്യാമറയിൽ വ്യക്തമായി കാണുന്നുണ്ട്. അതിനുശേഷം ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഞാൻ സൂക്ഷ്മമായി വീണ്ടും നോക്കി. സുഹൈലും ഉപ്പയും കൂട്ടുകാരും മുമ്പ് ഖത്തറിലായിരുന്നല്ലോ. നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ട് എത്ര വർഷമായി? ഉപ്പ വന്നിട്ട് 10 വർഷമായി. മറ്റു 2 പേരും വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. സുഹൈൽ ഖത്തറിൽ എത്ര വർഷമായി? ഞാൻ 4 വർഷം. സുഹൈൽ അവിടെ വെച്ച് എപ്പോഴെങ്കിലും ആദിലിനെ കണ്ടതായി ഓർക്കുന്നുവോ? ഇല്ല. ക്യാമറയിൽ കണ്ട ഓരോരുത്തരെയും ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. മിക്ക ആളുകളെയും സുഹൈൽ അറിയുന്നവരായിരുന്നു, 3-4 പേരൊഴികെ. ശരി വഹാബ്, നമുക്ക് പോകാം. എൻ്റെ ജോലി തീരാറായി. ഇനി വഹാബിൻ്റെ ജോലിയാണ്. പക്ഷെ അതിനു മുമ്പായി നമുക്ക് ആദിലിനെ ഒന്ന് കാണണം. പിന്നെ ഇത്തവണ വഹാബ് യൂണിഫോം ധരിച്ചോളൂ കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ സുഹൈൽ ചോദിച്ചു, സാർ, അപ്പോൾ ഉപ്പയുടെ മരണം കൊലപാതകമായിരുന്നോ? സുഹൈൽ, അല്പം കൂടി ക്ഷമിക്ക്. കാര്യങ്ങൾ പറയാനായി വഹാബ് താങ്കളെ വിളിക്കുന്നതായിരിക്കും. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വഹാബ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി യൂണിഫോം ധരിച്ചു. സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചു. വഹാബിൻ്റെ ജീപ്പിലാണ് പിന്നെ ഞങ്ങൾ പോയത്. ഞങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ എത്തിയപ്പോഴേക്കും ആദിൽ വന്നിട്ടുണ്ടായിരുന്നില്ല.
ജീപ്പിൽ നിന്നും ഞങ്ങൾ ഇറങ്ങുന്നത് കണ്ടതും മെഡിക്കൽ ഷോപ്പിലെ സ്ത്രീയും തൊട്ടപ്പുറത്തെ കടക്കാരനും പരിഭ്രമിച്ചു. അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും ആദിലെത്തി. കുറച്ചു മുമ്പേ CCTV ക്യാമറയിലും വാട്സപ്പിലും പ്രൊഫൈൽ ഫോട്ടോയിലും ഞങ്ങൾ ആദിലിനെ കണ്ടതിനാൽ തിരിച്ചറിയാൻ പ്രയാസമുണ്ടായില്ല. വളരെ വണ്ണം കുറഞ്ഞ് 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരാളായിരുന്നു ആദിൽ. ആദിലിനെ നേരിട്ട് കണ്ടതും വഹാബ് സ്വയം ചുണ്ടുകൾ കൂട്ടി. ഞാൻ ചിരിച്ചുകൊണ്ട് വഹാബിന്റെ തോളിൽ തട്ടി. എന്നിട്ട് ആദിലിനോടായി ചോദിച്ചു, ആദിൽ എത്ര വർഷമായി മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയിട്ട്? 15 വർഷത്തോളമായി. ഗൾഫിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാനോ? ഇല്ല. ഒരിക്കൽ ഡൽഹിയിൽ പോയതാണ് എൻ്റെ ഏറ്റവും വലിയ യാത്ര. ആനപ്പിള്ളി പഞ്ചായത്ത് മെമ്പർ അബ്ദുൽ ഖാദർ മരണപ്പെട്ടത് താങ്കൾക്കറിയാമല്ലോ. പിന്നെ ഖാദർക്ക ഞങ്ങളുടെ വാർഡ് മെമ്പർ അല്ലേ? മരണപ്പെടുന്നതിനും അല്പം മുമ്പ് അദ്ദേഹത്തെ കാണാനായി ആദിൽ അവിടെ പോയിരുന്നു. ഞാൻ പോയിരുന്നു. എന്തിനാണ് പോയത്? എൻ്റെ മകൻ്റെ പുതിയ വീടിന് ഇതുവരെ വീട്ടു നമ്പർ കിട്ടിയിട്ടില്ല. കായലിൽ നിന്നും 50 മീറ്റർ ദൂരമുള്ളതിനാൽ നമ്പർ ലഭിക്കുക കുറച്ച് പ്രയാസമാണ്. ആ കാര്യം സംസാരിക്കാനാണ് ഞാൻ പോയത്. ആദിലിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളിൻ്റെ പേരെന്താണ്? പുറത്തിറങ്ങി നിൽക്കുന്ന കണ്ണടക്കടയിലെ ആളെ ചൂണ്ടിക്കൊണ്ട് ഞാൻ ചോദിച്ചു. ആദിലൊന്ന് പിന്തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അതും ആദിൽ തന്നെ. ഞങ്ങൾ രണ്ടാളുടെയും പേര് ഒന്ന് തന്നെ. എൻ്റെ ഊഹങ്ങളെല്ലാം കൃത്യമായി വരുന്നത് കണ്ട ഞാൻ ഏറെ സന്തോഷിച്ചു. വഹാബിനടുത്ത് ചെന്ന് ചെവിയിൽ ഞാൻ പറഞ്ഞു, വഹാബ്, ഈ ആദിലിനെ വിട്ടോളൂ. കണ്ണടക്കടയിലെ ആദിലിനെയാണ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടത്. അറസ്റ്റ് വേണ്ട. ആളുകളെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ സംസാരിച്ച് കൂട്ടിക്കൊണ്ടു പോകാം. വഹാബ് ചെന്ന് അയാളോട് സംസാരിച്ചതും അയാൾ കട പൂട്ടി ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങൾ നേരെ ആനപ്പള്ളി സ്റ്റേഷനിലേക്ക് പോയി. സുഹൈലിനെ ഫോൺ ചെയ്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഔദ്യോഗികമായി ചോദ്യം ചെയ്യലിന് മുമ്പ് എനിക്ക് വഹാബുമായി കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അതിനാൽ ആദിലിനെ കൂടാതെ ഞാൻ വഹാബിന്റെ ഓഫീസിന്റെ അകത്തേക്ക് കയറി. വഹാബ്, ഇവിടെ 1-2 കാര്യങ്ങളാണ് പറയാനുള്ളത്. അധികവും ഊഹത്തിന്റെ പുറത്തും, എന്നാൽ അത് തന്നെയാണ് സത്യമെന്ന ബോധ്യത്തിലുമാണ് ഞാനുള്ളത്. പക്ഷെ അത് പൂർണ്ണമാകണമെങ്കിൽ ആദിലിന്റെ വെളിപ്പെടുത്തൽ കൂടിയേ തീരൂ. അതയാൾ വെറുതെ സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾക്കറിയാം എന്ന ധാരണ അയാൾക്കുണ്ടായിട്ട് വേണം ചോദ്യം ചെയ്യൽ ആരംഭിക്കാൻ. ഒരു പോലീസ് അന്തരീക്ഷം അതിന് പശ്ചാത്തലമായി ഉണ്ടാകുന്നത് കാര്യങ്ങൾ എളുപ്പത്തിലാക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. SKയുടെ ഊഹങ്ങൾ തെറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇടയിൽ ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കാതിരുന്നത്. SKയുടെ കണ്ടെത്തലുകൾ പറയൂ. ആദ്യം മുതൽ തന്നെ എൻ്റെ ഊഹങ്ങൾ തെറ്റിയതായിരുന്നുവെന്ന് വഹാബിന് അറിയാമല്ലോ. ആദ്യത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണല്ലോ. CCTV ക്യാമറ ദൃശ്യങ്ങൾ കാണുന്നതുവരെ മെഡിക്കൽ ഷോപ്പിലെ ആദിലിനെയാണ് നമ്മൾ സംശയിച്ചത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞ ലെറ്റർ പാഡിന്റെ അടിസ്ഥാനത്തിലാണ്. അയാൾ ക്യാമറയിൽ കാണുകയും പിന്നീട് നേരിട്ട് കണ്ടപ്പോൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും അയാൾ നിരപരാധിയാവാനേ സാധ്യതയുള്ളൂ എന്ന് വഹാബിനും ബോധ്യപ്പെട്ടതാണല്ലോ. അതേ SK, എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ആദിലിനെ ക്യാമറയിൽ കണ്ടതും ഞാൻ പുറത്തേക്ക് പോയത്. അതെനിക്ക് മനസ്സിലായി വഹാബ്. പക്ഷേ അവിടേക്കുള്ള വരവിന്റെ ഉദ്ദേശം കൊലപാതകയെ കാണാനായിരുന്നില്ല, മറിച്ച് ഇതൊരു കൊലപാതകമാണോ എന്നറിയാനായിരുന്നു. ക്യാമറയിൽ ആദിലിനെ കണ്ടതുകൊണ്ട് മാത്രം അയാൾക്കെതിരെ കുറ്റം ചുമത്താൻ കഴിയില്ല. അതിനേക്കാളെല്ലാം മുമ്പായി ഈ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്യാമറയിൽ കണ്ട ഓരോ ആളുകളെയും ഞാൻ നന്നായി അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഏറ്റവും അവസാനമായി വന്നയാളിലേക്ക് എൻ്റെ ശ്രദ്ധ പോകുന്നു. നമ്മൾ കണ്ണടക്കടയിൽ കണ്ട ആദിലായിരുന്നു അത്. അതിൽ ശ്രദ്ധേയമായ കാര്യം, സുഹൈലിൻ്റെ പിതാവിനെ കണ്ടവരെല്ലാവരുടെയും സന്ദർശന സമയം 10-15 മിനിറ്റുകളാണ് ക്യാമറയിൽ കാണിക്കുന്നത്. അവസാനം സന്ദർശിച്ച കണ്ണടക്കടയിലെ ആദിലാവട്ടെ എടുത്തത് വെറും 4 മിനിറ്റ് മാത്രമാണ്. ആ സന്ദർശനത്തിന് ശേഷം മറ്റാരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. പിന്നെ 40 മിനിറ്റിന് ശേഷം സുഹൈലിന്റെ ഭാര്യ അങ്ങോട്ട് പോകുന്നതും അപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നതുമായ ദൃശ്യങ്ങൾ. എന്നാൽ അതിനെല്ലാം ഉപരിയായി എന്നെ സന്തോഷിപ്പിച്ചത് ഞാൻ ആ ദൃശ്യത്തിൽ കണ്ട മറ്റൊരു കാര്യമായിരുന്നു. എന്തായിരുന്നു അത്? മരണപ്പെട്ട സുഹൈലിന്റെ പിതാവിനെ സന്ദർശിക്കാൻ പോകുമ്പോൾ ആദിൽ ഒരു കണ്ണട ധരിച്ചിരുന്നു. എന്നാൽ 4 മിനിറ്റിന് ശേഷം അയാൾ തിരിച്ചു വരുമ്പോൾ അയാളുടെ മുഖത്ത് കണ്ണട ഉണ്ടായിരുന്നില്ല. അതൊരു പക്ഷേ തിരിച്ചു വരുമ്പോൾ അയാൾ കണ്ണട കീശയിൽ വെച്ചിട്ടുണ്ടെങ്കിലോ? ഇല്ല വഹാബ്. ഗേറ്റ് കടന്ന് പോകുമ്പോഴുള്ള മറ്റൊരു ഫുട്ടേജിൽ ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കീശയിൽ ഉണ്ടായിരുന്നില്ല. ഇനി അയാൾ അത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അയാൾ കണ്ണട ധരിക്കാറില്ല എന്ന് അയാളുടെ കടയിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞതേയുള്ളൂ. അതിപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വെക്കാമല്ലോ. ഡിസംബറിലെ വൈകുന്നേരങ്ങളിൽ അതും നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെക്കുമോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഞാൻ വ്യക്തമായി കണ്ടതാണ് അതൊരു കൂളിംഗ് ഗ്ലാസ് അല്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് SK എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് കൃത്യമാണെങ്കിൽ ബാക്കിയുള്ളത് അതിൽ പറയണം. അയാൾ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര പെട്ടെന്നത് സമ്മതിച്ചു തരുമോ? ഇല്ല, തരില്ല. പക്ഷെ നമ്മളെല്ലാം അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നതെന്ന് ഒരു ധാരണ അയാളിൽ ഉണ്ടാകണം. പോലീസ് സ്റ്റേഷനും ഇൻട്രോഗേഷനും എല്ലാം അതിന് ഗുണം ചെയ്യും. ഒപ്പം എൻ്റെ ചില കണ്ടെത്തലുകളും. എന്തായിരുന്നു SKയുടെ കണ്ടെത്തലുകൾ? മെഡിക്കൽ ഷോപ്പിലെ ആദിലിനെ കാണാനായി നമ്മൾ കാത്തു നിൽക്കുമ്പോൾ ഈ ആദിൽ അയാളുടെ കടയിലേക്ക് നമ്മളെ ക്ഷണിച്ചില്ലേ? അവിടെ മുതലാണ് ഈ കേസിന് വഴിത്തിരിവാകുന്ന കാര്യങ്ങൾ സംഭവിച്ചത്. അദ്ദേഹം എന്നെ ക്യാൻവാസ് ചെയ്യാനായി ഗ്ലാസ് ഫ്രെയിമുകൾ എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നല്ലോ.
അപ്പോൾ എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായി കണ്ണട അയാൾ ധരിക്കാറില്ലായിരുന്നുവെന്ന് അയാൾ എന്നോട് പറഞ്ഞിരുന്നു. അതാണ് ഇതിലെ പ്രധാന കാര്യം. അങ്ങനെ കണ്ണട ധരിക്കാത്ത ഒരാൾ സംശയാസ്പദമായ രീതിയിൽ ക്യാമറയിൽ പതിയുന്നു, അതും കണ്ണട വെച്ചുകൊണ്ട് തന്നെ. മാത്രവുമല്ല, തിരിച്ചു വരുമ്പോൾ ആ കണ്ണട അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഏത് മോഡലിലുള്ള കണ്ണടയും ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു എന്ന് നമ്മളോട് അയാൾ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു മരണത്തിന് കാരണമായേക്കാവുന്ന എന്തെങ്കിലും ഒന്ന് ആ കണ്ണാടിയിലൂടെ ഉണ്ടാക്കാൻ അയാൾക്ക് പ്രയാസമില്ലല്ലോ. മാത്രമല്ല, അയാളുടെ കടയിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ അയാളെ നിരീക്ഷിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. മുണ്ടും ഷർട്ടുമാണ് അപ്പോൾ അയാളുടെ വേഷമെങ്കിലും കാൽപാദവും വിരലുകളും കണ്ടപ്പോൾ അയാൾ സ്ഥിരം സോക്സ് ധരിച്ചിരുന്ന ഒരാളായിരുന്നുവെന്ന് എനിക്ക് തോന്നി. സ്ഥിരമായി ഫുൾ സ്ലീവ് ഷർട്ട് ധരിച്ചിരുന്നതിനാൽ കൈപ്പത്തി വരെ ത്വക്കിൽ നിറവ്യത്യാസമുണ്ടായിരുന്നില്ല. ഹാഫ് സ്ലീവ് ധരിക്കുന്നവരിൽ കൈമുട്ടിൻ്റെ അല്പം മുകളിൽ നിന്ന് കൈപ്പത്തി വരെ വെയിലേറ്റതിനാൽ നിറം മങ്ങിയിട്ടുണ്ടാവും. ഊതിൻ്റെ പെർഫ്യൂം മണമുള്ള ഇയാളുടെ താടിയും മീശയും നേരിയ പോയിന്റിൽ വളരെ മനോഹരമായിട്ടാണ് ട്രിം ചെയ്തിട്ടുള്ളത്. ഒരു അറേബ്യൻ ടച്ച് എനിക്ക് അവിടെ അനുഭവപ്പെട്ടു. മാത്രമല്ല, സംസാരിക്കുമ്പോൾ ഹൈവ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കസിൻ ഷ്രോഫ് എപ്പോഴും അങ്ങനെ പറയാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലെ ഒരു സാധാരണ കണ്ണട കടക്കാരനിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളായിരുന്നില്ല അവയൊക്കെ. അപ്പോൾ ഇയാൾക്കൊരു ഗൾഫ് പശ്ചാത്തലമുണ്ട് എന്നാണോ SK പറഞ്ഞു വരുന്നത്? വഹാബിന് എന്ത് തോന്നുന്നു? കാൽപാദവും വിരലുമൊക്കെ നോക്കിയാൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? വഹാബിന് അറിയാമോ, ഒരു വ്യക്തിയുടെ കാൽപാദവും വിരലുകളും പറയുന്നത്ര കാര്യങ്ങളും മറ്റൊരു ഭാഗത്ത് നോക്കിയാലും പറയാൻ കഴിയില്ല. വഹാബിനെന്ത് തൃപ്തിക്കുറവ് പോലെ എനിക്ക് തോന്നി. ഒരു പക്ക പോലീസുകാരൻ്റെ മുഖഭാവത്താൽ അദ്ദേഹം എന്നെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാര്യമായി പറഞ്ഞതാണ് വഹാബ്. കുറ്റാന്വേഷണത്തിൽ ഒരാളുടെ കാൽപാദത്തിനും വിരലുകൾക്കും നമ്മളോട് 100 കാര്യങ്ങൾ പറയാനുണ്ടാവും. പഠിക്കുന്ന കാലത്ത് പ്രബന്ധ രചനാ മത്സരത്തിൽ എനിക്ക് ഈ വിഷയത്തെ അധികരിച്ചെഴുതിയതിന് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വാക്കുകളിൽ ചെറിയൊരു അഹങ്കാരം വന്നു എന്നൊരു സംശയം. വഹാബ് ഒന്നും മിണ്ടിയില്ല. എന്നാലും ഞാൻ തുടർന്നു. കാൽപാദത്തിൻ്റെ അടിയിൽ 2 ഉയർന്ന ഭാഗങ്ങളുണ്ടാവുക. ഒന്ന് ഉപ്പൂറ്റി, മറ്റൊന്ന് തള്ളവിരൽ ആരംഭിക്കുന്നതിൻ്റെ നേരെ താഴെയുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ 1-2 കേസുകൾക്ക് വേണ്ട തെളിവുകൾ എനിക്ക് ലഭിച്ചത് മൃതശരീരത്തിൻ്റെ കാൽപാദത്തിൽ നിന്നാണ്. ചെരുപ്പ് ധരിക്കുന്നവനെയും ഷൂ ധരിക്കുന്നവനെയും കാലിൻ്റെ അടിയും പുറവും നോക്കിയാൽ കൃത്യമായി അറിയാൻ പറ്റും. പാടത്ത് പണിയെടുക്കുന്നവർ, പറമ്പിലും മറ്റ് കൃഷി ചെയ്യുന്നവർ, തെങ്ങുകയറ്റ തൊഴിലാളികൾ, അതിൽ തന്നെ മുളയുടെ ഏണി വെച്ച് കയറുന്നവർ, കാലിൽ കയറ് ചുറ്റി കയറുന്നവർ, വീടുകളിൽ നടന്നു വന്നുകൊണ്ട് പത്രമിടുന്നവർ, അല്ലെങ്കിൽ സൈക്കിളിൽ വരുന്ന പാൽ വിതരണക്കാർ, കായിക താരങ്ങൾ, സ്ഥിരമായി പുഴയിലോ കടലിലോ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർമാർ, ഉഷ്ണമേഖലാ പ്രദേശത്ത് താമസിക്കുന്നവർ, തണുത്ത അന്തരീക്ഷത്തിൽ താമസിക്കുന്നവർ, ശരീരം ധാരാളം വിയർക്കുന്നവർ, സ്ഥിരം പരേഡ് നടത്തുന്ന പട്ടാളക്കാർ, ചെരുപ്പ് ധരിച്ചുകൊണ്ട് അടുക്കളയിൽ ധാരാളം സമയം ചിലവഴിക്കുന്ന ജോലിക്കാർ, തയ്യൽ പണിക്കാർ, അമിത ശരീരഭാരമുള്ളവർ, പ്രത്യേക രീതിയിൽ ശരീരം ചലിപ്പിച്ച് നടക്കുന്നവർ തുടങ്ങിയ ഒരുപാട് ആളുകളുടെ വിവരങ്ങൾ ഇങ്ങനെ കാലിലും വിരലിലും നോക്കിക്കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. SK, ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ അവമതിച്ചതല്ല. എനിക്കറിയാം, ഞങ്ങൾക്കും ഈ വക കാര്യങ്ങളൊക്കെ കുറച്ച് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. അപ്പോൾ SK പറഞ്ഞു വരുന്നത് ഈ ആദിൽ മുമ്പ് ഗൾഫിൽ ഉണ്ടായിരുന്നിരിക്കണമെന്നാണോ? മെഡിക്കൽ ഷോപ്പിലെ ആദിലാകട്ടെ വിദേശത്ത് പോയിട്ടില്ല. മരണപ്പെട്ട 3 പേരും വിദേശത്തായിരുന്നു എന്ന് ഓർക്കുക. അവർ ഖത്തറിലായിരുന്നു എന്ന് സുഹൈൽ പറഞ്ഞത്. ഈ ആദിലും ഖത്തറിലായിരുന്നെങ്കിൽ നമ്മുടെ 1ാമത്തെ കടമ്പ കഴിഞ്ഞു. എന്തായാലും അയാളെ വിളിക്ക് വഹാബ്, നമുക്ക് ചോദിച്ചു നോക്കാം. അല്പം ഭയന്നിട്ടാണ് ആദിൽ വഹാബിൻ്റെ മുന്നിലേക്ക് വന്നത്. ഗൗരവത്തിൽ തന്നെ വഹാബ് അയാളോട് കസാരയിൽ ഇരിക്കാൻ പറഞ്ഞു. എന്നെ ഒന്ന് നോക്കിയിട്ട് എൻ്റെ വലതുവശത്തുള്ള കസാരയിൽ അയാൾ ഇരുന്നു. ഞാനും ഗൗരവം വിടാതെ അയാളോട് ചോദിച്ചു, മെഡിക്കൽ ഷോപ്പിലുള്ള ആദിലിനെ കാണാനായിരുന്നില്ല ഞങ്ങൾ വന്നത്. നജ്മ ഒപ്റ്റിക്കൽസിലുള്ള ഈ ആദിലിനെ കാണാൻ തന്നെയായിരുന്നു. 5 ദിവസമായി ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട്. എൻ്റെ സംസാരം കേട്ടിട്ട് വഹാബിന് ചിരി വന്ന പോലെ തോന്നുന്നു. ഞാൻ വീണ്ടും തുടർന്നു, ആദിൽ ഖത്തറിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാനിപ്പോൾ ഖത്തറിൽ ജോലി ചെയ്യുന്നില്ല. ക്യാൻസൽ ചെയ്തു വന്നിട്ട് 2 മാസത്തോളമായി. എൻ്റെയും വഹാബിൻ്റെയും മുഖത്ത് ഒരു ആശ്വാസ ചിരി വന്നു. ഞാൻ എൻ്റെ ഫോണിൽ നിന്നും ആദിൽ എന്ന അറബിയിൽ എഴുതിയ ഒരു ലെറ്റർ പാഡിൻ്റെ ഫോട്ടോ ആദിലിന് കാണിച്ചു കൊടുത്തു. അയാൾ അത് കണ്ട് ഞെട്ടിത്തെരിച്ചു. എന്താണ് പറയേണ്ടതെന്നറിയാതെ അയാൾ പകച്ചു നിൽക്കുമ്പോൾ ഞാൻ പതുക്കെ അയാളുടെ അടുത്തേക്ക് ചാഞ്ഞിരുന്നിട്ട് പറഞ്ഞു, ആനപ്പള്ളി പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അബ്ദുൽ ഖാദറിനെ നിങ്ങൾ കാണാൻ പോയപ്പോൾ ധരിച്ചിരുന്നത് പോലെയുള്ളൊരു കണ്ണട എനിക്കൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നും മിണ്ടാനാവാതെ അയാൾ നിൽക്കുകയാണ്. മരണങ്ങൾ നടന്ന് ഇത്ര ദിവസമായതിനു ശേഷം ഒരാൾക്കും ഒരു സംശയവും നൽകാതെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുവെന്ന് വിചാരിച്ചിരുന്ന ആദിലിന് എൻ്റെ സംസാരം കേട്ടപ്പോൾ വിറയൽ അനുഭവപ്പെട്ടു. ഭയന്ന അയാളുടെ ചുമലിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു, താങ്കൾ അതിസമർത്ഥനാണ്. പക്ഷേ മുകളിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു എന്ന കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ താങ്കൾക്കിനി ഒരു ന്യായീകരണവും നടത്താൻ കഴിയില്ല. ഉറുവയിലെ സെയ്ദുവും നന്നമുക്കിലെ മുസ്തഫയും ആനപ്പള്ളിയിലെ അബ്ദുൽ ഖാദറും എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് വ്യക്തമായി ഞങ്ങൾക്കറിയാം. അബ്ദുൽ ഖാദറിൻ്റെ അടുത്ത് നിങ്ങൾ ചെലവഴിച്ച ആ 4 മിനിറ്റ് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മുകളിലുണ്ടായിരുന്ന ക്യാമറ ഒപ്പിയെടുത്തു.
നിങ്ങൾക്കൊന്നും ഇനി പറയാൻ കഴിയില്ല, കുറ്റസമ്മതമല്ലാതെ. എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ വിവരിക്കുക. ഒരുപക്ഷെ നീതിയുടെ ഒരു വശം നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിലോ? അബ്ദുൽ ഖാദറിന്റെ മുകളിൽ ക്യാമറ ഉണ്ടായിരുന്നുവെന്ന് ഞാനൊരു കള്ളം പറഞ്ഞതാണ്. പക്ഷെ അത് ഫലിച്ചു. എല്ലാം ക്യാമറയിൽ പതിഞ്ഞു എന്ന ധാരണ അയാളിൽ വന്നപ്പോൾ എല്ലാം അംഗീകരിച്ച മട്ടിൽ അയാൾ കുറ്റബോധത്തോടെ മുഖം താഴ്ത്തി. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചൊരു കാര്യം പിടിക്കപ്പെട്ടതിന്റെ ഷോക്കിൽ നിന്നും ആദിൽ ശരിക്കും മുക്തനായിട്ടില്ല. കുറ്റബോധവും ഭയവും കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. നിശബ്ദനായി നിൽക്കുന്ന ആദിലിന്റെ അടുത്തേക്ക് ഇൻസ്പെക്ടർ വഹാബ് ക്ഷുഭിതനായി എഴുന്നേറ്റ് വന്നു. ഇവനെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്ന് എനിക്കറിയാം. SK കുറച്ചു നേരം പുറത്തിരിക്കൂ. മാന്യന്മാരായ ആളുകളെ ഇല്ലാതാക്കി ഇവനോട് എന്ത് കരുണ കാണിക്കാൻ? മാന്യന്മാരോ അവരോ? വൃത്തികെട്ടവർ. മാന്യന്മാരാണത്രേ. പൊട്ടിത്തെറിച്ചുകൊണ്ട് ആദിൽ എഴുന്നേറ്റു. ഇത്ര നേരം ശാന്തനായിരുന്ന ആദിൽ ഞൊടിയിടയിൽ കോപാകുലനായി. മരണപ്പെട്ട് 3 പേരെയും മാന്യന്മാർ എന്ന് വിളിച്ചതാണ് ആദിലിന് ക്ഷോഭം വരാൻ കാരണം. ഞാൻ ആദിലിന്റെ അടുത്ത് ചെന്ന് തോളിൽ തട്ടി. ആദിലിരിക്കെ, എനിക്കറിയാം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ ഉണ്ടായിട്ടുണ്ട്. തുറന്നു പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീതിയുടെ ഒരു വശം നിങ്ങളുടെ ഭാഗത്തും ഉണ്ടാകും. മനഃശാസ്ത്രപരമായി ഞാൻ ഉപയോഗിച്ച ആ വാക്കുകൾ ആദിലിനെ ശാന്തനാക്കി. പതുക്കെ ജനലിന്റെ അടുത്തേക്ക് നീങ്ങി ജനൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു. ഞാൻ വഹാബിനെ നോക്കി കണ്ണടച്ചു കാണിച്ചു. അത് മനസ്സിലാക്കിയ വഹാബ് ഒന്നും ശബ്ദിച്ചില്ല. ആദിൽ സംസാരിക്കുന്നത് വരെ ഞങ്ങൾ ശാന്തരായി കാത്തു നിന്നു. കണ്ണുകൾ തുടച്ച് കൈകൾ മുടിയിഴകളിൽ തഴുകി ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ആദിൽ തന്റെ കഥ പറയാൻ തുടങ്ങി. ഏഷ്യൻ ഗെയിംസിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഖത്തറിൽ തകൃതിയായി നടന്നിരുന്ന സമയം. റോഡുകളും സ്റ്റേഡിയങ്ങളും മറ്റു ബിൽഡിങ്ങുകളുമെല്ലാം പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊരു സ്റ്റേഡിയത്തിന്റെ പണി ഞങ്ങളുടെ കമ്പനിക്കാണ് ലഭിച്ചത്. നെറ്റ്കോ കമ്പനി ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലെ മെറ്റീരിയൽ ഡിസൈനറായിരുന്നു ഞാൻ. തൊഴിലാളികൾക്ക് വേണ്ട സേഫ്റ്റി ഗോഗിൾസ്, വെൽഡിംഗ് ഹെൽമറ്റ്, ഗ്ലാസ് എന്നിവയെല്ലാം ഞാനാണ് ഉണ്ടാക്കിയിരുന്നത്. അന്ന് അതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തിരുന്ന എൻ്റെ സീനിയർ സ്റ്റാഫിൽപ്പെട്ടവരായിരുന്നു സെയ്ദുക്കയും മുസ്തഫയ്ക്കയും ഖാദർക്കയും. സൈറ്റ് സ്ഥലത്ത് തന്നെയുള്ള താൽക്കാലിക ഷെഡുകളിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞാനും സെയ്ദുക്കയും ഒരു റൂമിലും അടുത്ത റൂമിൽ ഖാദർക്കയും മുസ്തഫയ്ക്കയുമായിരുന്നു താമസിച്ചിരുന്നത്. ഗ്ലാസുകൾ കട്ട് ചെയ്ത് ബാക്കി വരുന്ന കഷ്ണങ്ങളിൽ ഞാൻ എൻ്റെ പേര് അറബിയിൽ ഒരു മനുഷ്യരൂപം പോലെ എഴുതാറുണ്ടായിരുന്നു. അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അത് കണ്ട് അവരെന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. വെയിറ്റ് ആദിൽ, അതൊന്നുകൂടി ഇപ്പോൾ ഈ പേപ്പറിൽ വരയ്ക്കൂ. വെള്ളപ്പേപ്പറിൽ തൻ്റെ പേരിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞതുപോലെ ആദിൽ എഴുതി. പിന്നെ പേപ്പർ തിരിച്ചു പിടിച്ച് ആ വര നീട്ടി വരച്ചു. അതുപോലെ അവസാനത്തെ അക്ഷരവും അങ്ങനെ തന്നെ ചെയ്തു. അക്ഷരങ്ങളുടെ ഒരു ഭാഗത്ത് കട്ടി കൂടിയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ മുമ്പ് ഊഹിച്ച പോലെ തന്നെയാണ് ആദിൽ വരച്ചത്. അയാൾ തൻ്റെ കഥ വീണ്ടും പറഞ്ഞു തുടങ്ങി. കാര്യങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ കട്ടിലിൽ സെയ്തുക്ക വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ മൂട്ടയുടെ ശല്യം കാരണം ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് കിടന്നു. ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന കട്ടിലിൽ അദ്ദേഹം കൂടി കിടന്നപ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നി. ഞാൻ താഴെ കിടന്നോളാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റതും അദ്ദേഹം എന്നെ പിടിച്ചു വലിച്ചു കിടത്തി. ഞാനാകെ തരിച്ചുപോയി. എന്താണ് ഇയാൾ കാണിക്കുന്നത്? എൻ്റെ വസ്ത്രം അഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എതിർത്തു. അപ്പോൾ ഒട്ടകം അമറുന്നത് പോലെയുള്ള ശബ്ദത്തിൽ അയാൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു, നാളെ തന്നെ നിന്നെ ക്യാൻസൽ അടിച്ച് നാട്ടിലേക്ക് കയറ്റി വിടണോ? എങ്കിൽ മിണ്ടാതെ കിടന്നോ. മര്യാദക്കാണെങ്കിൽ നിനക്കൊരു പ്രമോഷൻ കൂടി ഞാൻ ഒപ്പിച്ചു തരാം. ഞങ്ങളുടെ റൂമിൽ മറ്റാരും ഇല്ലാത്തതിനാലും എൻ്റെ ജോലിയിൽ സ്ഥിരതയും ഉയർച്ചയും വരുമെന്നതിനാലും ഞാൻ ആ നിമിഷം ഒരു വിധേയനായി മാറി. പിറ്റേന്ന് വലിയ കുറ്റബോധം തോന്നുകയും അയാളോട് അമിതമായി വെറുപ്പുണ്ടാവുകയും ചെയ്തു. പക്ഷെ ഞാൻ ഈ സംഭവം ആരോടും പറയില്ല എന്നുള്ള അയാളുടെ ധൈര്യവും എതിർപ്പിൻ്റെ സ്വരങ്ങൾ എന്നിൽ നേർത്തതാണെന്നുള്ള അയാളുടെ ബോധവും കൂടി ശക്തി ആർജിച്ചപ്പോൾ അത് ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളായി മാറി. ഞാനിത് മറ്റാരോടും പറഞ്ഞില്ല എങ്കിലും അയാൾ മുസ്തഫയോടും ഖാദറിനോടും ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമായി. കാരണം പിന്നീടുള്ള പല ദിവസങ്ങളിലും അയാൾക്ക് പകരം അവർ രണ്ടുപേരും ഭംഗിയായി തന്നെ ആ റോളുകൾ എന്നിൽ കൈകാര്യം ചെയ്തു. എവിടെയൊക്കെയോ അടങ്ങാത്ത ദേഷ്യവും പകയും ഉണ്ടായി. എന്നാലും അവർക്ക് അധീനപ്പെടുന്നതിൽ എൻ്റെ അനുസരണത്തിൻ്റെ ഒരംശവും ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതിൽ എന്നിൽ കുറ്റബോധവും എന്നോട് തന്നെ വെറുപ്പുമുളവാക്കി. എന്നാലും ഞാനെല്ലാം മറക്കുമായിരുന്നു, പൊറുക്കുമായിരുന്നു. പക്ഷെ അവരുടെ മനസ്സ് ക്രൂരമായിരുന്നു. മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്ന അവരുടെ സാഡിസ്റ്റ് ചിന്താഗതി ഈ വൃത്തികേടുകൾ വീണ്ടും തുടരാൻ അവരെ പ്രേരിപ്പിച്ചു എന്ന് മാത്രമല്ല, പല രംഗങ്ങളും ഡിജിറ്റൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നീചന്മാരായ അവർ. അവയെല്ലാം ക്യാമറയിൽ പകർത്തുമ്പോൾ അവരുടെയൊന്നും മുഖം അതിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ എൻ്റെ മുഖമാവട്ടെ കൃത്യമായി തെളിയുകയും ചെയ്തു. അതും കൂടാതെ ചുവന്ന മഷിയിൽ കലാപരമായി ഞാൻ എഴുതിയ എൻ്റെ പേരുള്ള ആ ഗ്ലാസ് കഷ്ണങ്ങൾ എന്നെക്കൊണ്ട് പിടിപ്പിക്കുകയും ശേഷം ഫോട്ടോ എടുക്കുകയും ചെയ്തു. മുസ്തഫയുടെ മറ്റൊരു സുഹൃത്തായ ശ്രീലങ്കക്കാരൻ്റെ സ്റ്റുഡിയോയിൽ പോയി അവർ അത് പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് എന്നെ കാണിച്ചു. ഞാനത് കണ്ട് വിഷമിക്കുന്നത് കണ്ട് അവർ 3 പേരും പൊട്ടിച്ചിരിച്ചു. പക്ഷേ കളി കാര്യമായി മാറിയത് പെട്ടെന്നായിരുന്നു. ആ സ്റ്റുഡിയോക്കാരൻ ഫോട്ടോകളുടെ കൂടുതൽ കോപ്പികൾ എടുത്തു.
അങ്ങനെ ആ ഫോട്ടോകൾ മറ്റു പല ആളുകളിലേക്കും എത്തി. എൻ്റെ കുടുംബക്കാരിലും ഭാര്യ പിതാവിലും അവസാനം എൻ്റെ ഭാര്യയുടെ കയ്യിലും അതിൻ്റെ കോപ്പികളെത്തി. 6 മാസം പോലും തികയാത്ത എൻ്റെ ദാമ്പത്യം അതോടെ അവസാനിച്ചു. ഞാൻ അതുവരെ കെട്ടിപ്പൊക്കിയ എൻ്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മുഖത്ത് നോക്കാൻ പറ്റാതെയായി. ഞങ്ങളുടെ മഹലിൽ നിന്നും പള്ളി കമ്മിറ്റി എന്നെ പുറത്താക്കി. എല്ലാവരാലും ഞാൻ വെറുക്കപ്പെട്ടു. ആത്മഹത്യ ചെയ്യാൻ തോന്നിയതാണ്. പക്ഷേ എൻ്റെ ജീവിതം നശിപ്പിച്ചവർ ഒന്നും അറിയാത്തവരെ പോലെ ചിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ പ്രതികാരം ആളിക്കത്തി. പക്ഷെ ആ സമയം ആ നാട്ടിൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഒരവസരം എനിക്കായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആരും ശ്രദ്ധിക്കപ്പെടാത്ത ദോഹയിൽ നിന്നും വളരെ ദൂരെയുള്ള ദുഖാൻ എന്ന അകന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ താമസം മാറി. യമനികളും പാകിസ്ഥാനികളും മാത്രമുള്ള ഒരു ചെറിയ ഗ്ലാസ് ഫാക്ടറിയിലായിരുന്നു പിന്നെ എൻ്റെ ജോലി. നീണ്ട 10 വർഷം നാട്ടിൽ പോലും പോകാതെ ഞാൻ അവിടെ തന്നെ ജോലി ചെയ്തു. 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഈ വൃത്തികെട്ട 3 വ്യക്തികളും നാട്ടിലെ സുസമ്മതരും മാന്യന്മാരുമായി തീർന്നിരുന്നു. എൻ്റെ ജീവിതം തകർത്ത് ഇവരോടുള്ള പക എന്നിൽ ശക്തിയായി ജ്വലിച്ചു. നാട്ടുകാർ മറന്നു തുടങ്ങിയതാണെങ്കിലും എൻ്റെ മുഖം വീണ്ടും കണ്ടപ്പോൾ അവർ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയും എന്നെ അവജ്ഞയോടെ നോക്കിക്കാണുകയും ചെയ്തു. പിന്നെ എനിക്ക് ആ നാട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പുനർവിവാഹത്തോടെ ഞാൻ ഇവിടേക്ക് താമസം മാറി. ആശുപത്രിക്ക് മുന്നിലുണ്ടായിരുന്ന ഒരു കണ്ണടക്കട ഞാൻ വാങ്ങി. അത് മൂടികൂട്ടി ഒരാളെ അവിടെ ജോലിക്ക് നിർത്തി ഞാൻ വീണ്ടും ഖത്തറിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെയും 2 വർഷത്തോളം നിന്നു. എൻ്റെ മനസ്സ് നീറുകയായിരുന്നു. എന്നെ ഒന്നുമല്ലാതാക്കിയ ആ 3 പേരോടുള്ള അടങ്ങാത്ത പക എന്നെ ഒരു ഭ്രാന്തനാക്കി തീർത്തു. ഖത്തർ ജീവിതം അവസാനിപ്പിച്ച അവസാനം ഞാൻ നാട്ടിൽ വന്നു. ഇവിടെ വന്നിട്ട് എല്ലാം മറന്ന് അവർക്കെല്ലാം പുറത്തു കൊടുത്തിട്ട് വിശാല ഹൃദയനായി മാറാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്തു പോയതിലൊന്നും തന്നെ എനിക്ക് ലവലേശം പോലും കുറ്റബോധവുമില്ലായിരുന്നു. എനിക്കിനി ഒന്നും നോക്കാനുമില്ല. എത്ര ഉറക്ക വേണമെങ്കിലും ഞാൻ ഈ കാര്യങ്ങൾ എല്ലാം വിളിച്ചു പറയാം. അതിലൊരു മടിയും ഭയവുമില്ല. നീണ്ട വിവരണം കഴിഞ്ഞതിന് ശേഷം ആദിൽ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി. അയാളാകെ വിയർത്തു കുളിച്ചിരുന്നു. ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല. വഹാബ് ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അയാൾക്ക് കുടിക്കാൻ കൊടുത്തു. ശേഷം വഹാബ് തൻ്റെ കസാരയിൽ വന്നിരുന്നിട്ട് പറഞ്ഞു, ബാക്കി കൂടി പറയൂ ആദിൽ, എങ്ങനെയാണ് നീ ഇവരെയെല്ലാം കണ്ടെത്തിയത്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഇവരെക്കുറിച്ചെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കിയിരുന്നു. വീടും സ്ഥലവും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചു. എൻ്റെ പ്രതികാരം വീട്ടാനുള്ള തന്ത്രങ്ങൾ ഞാൻ മെനഞ്ഞു. സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തികളാണ്. അവരെ ഇല്ലായ്മ ചെയ്യുക എന്നത് ദുഷ്കരമാണ്. ചെറിയ പാളിച്ച ഉണ്ടായാൽ മതി, എല്ലാം തീരും. കൊട്ടേഷൻ കൊടുത്താലോ എന്ന് ആദ്യം ചിന്തിച്ചു. പിന്നെ അത് ഉപേക്ഷിച്ചു. കൃത്യം ചെയ്ത ആരെയെങ്കിലും പിടിച്ചാൽ ഒരുപക്ഷെ അതിന് പിന്നിൽ ഞാനാണെന്ന് തെളിയും. നേരിട്ട് ചെയ്യുന്നത് കുറച്ച് പ്രയാസവുമാണ്. അവസാനം അതിന് ഞാൻ തന്നെ ഒരു പോംവഴി ഉണ്ടാക്കി. നീ അതിന് വീണ്ടും ഗൾഫിലേക്ക് പോയില്ലേ? പിന്നെ എങ്ങനെയാ? അതെ, അതിനും കൂടി തന്നെയാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് പോയത്. ദുഃഖാനിൽ മരുഭൂമി പ്രദേശമായൊരു സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ താമസ സ്ഥലം. ഞങ്ങൾ അവിടെ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒറിക്സ് എന്ന് പേരുള്ള മൃഗങ്ങളെ കൊണ്ടായിരുന്നു. ഒറിക്സോ? അതെന്ത് മൃഗം? വഹാബ് ആശ്ചര്യത്തോടെ ആദിലിനോട് ആ മൃഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനത് ഗൂഗിളിൽ തിരയുകയായിരുന്നു. കൃഷ്ണമൃഗത്തോട് സാമ്യമുള്ള അറേബ്യൻ മരുഭൂമികളിൽ വസിക്കുന്ന അവയെക്കുറിച്ച് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിൽ വഹാബിന് അത് വ്യക്തമായി കൊടുക്കുന്നുണ്ട്. അത് സാർ, നമ്മുടെ നാട്ടിലെ മാനിനെ പോലെയുള്ളൊരു മൃഗമാണ്. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിന് ആ നാട്ടിൽ വലിയ പ്രാധാന്യമാണുള്ളത്. അന്ന് അവിടെ ഏഷ്യൻ ഗെയിംസ് നടക്കുമ്പോൾ അതിലെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തത് ഈ മൃഗത്തിൻ്റെ ചിത്രമായിരുന്നു. കൂട്ടമായി എത്തുന്ന ഈ മൃഗങ്ങൾ പലപ്പോഴും വന്നു പോവുകയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവയിലെ 2-3 എണ്ണം മറ്റെവിടേക്കും പോകാതെ ഞങ്ങളുടെ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു. ഇവ മൂലം ഞങ്ങളുടെ താമസ സ്ഥലത്ത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പക്ഷെ അതിനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എങ്കിലും ഉപദ്രവം അതിനെ ഏൽപ്പിച്ചാൽ അത് ക്രിമിനൽ കുറ്റമായി മാറും. അപ്പോഴാണ് ഞങ്ങളുടെ ഒപ്പം തന്നെയുള്ള യമനിയായ റാമി എന്ന് പറയുന്ന ആൾ അതിനൊരു വഴി കണ്ടെത്തിയത്. ആ 3 മൃഗങ്ങളെ കൊല്ലാം. ഒരാൾക്ക് പോലും സംശയം ഉണ്ടാവുകയില്ല. കണ്ടു കഴിഞ്ഞാൽ സാധാരണ മരണം പോലെ തോന്നുകയും ചെയ്യും. എന്നിട്ട് റാമി അതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തന്നു. ഞങ്ങളുടെ നാട്ടിലെ ഹദ്രാമൗത്തിലും ഏദനിലും ധാരാളം കാണുന്ന 2 ചെടികളാണ് ഖാത്തും കാദിയും. ഇതിൽ ഖാത്തിൻ്റെ വിത്തും കാദിയുടെ ഇലയും ചേർത്തരച്ച് ഒരു ലായനിയിൽ മണിക്കൂറുകളോളം ഇട്ടുവയ്ക്കണം. എന്ത് ലായനിയിൽ? അതുവരെ നിശബ്ദനായിരുന്ന ഞാൻ ചോദിച്ചു. ആ ലായനിയുടെ പേര്, അയ്യോ, ഞാനത് മറന്നുപോയി. റാമി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പോഴെന്തോ ഓർക്കാൻ കഴിയുന്നില്ല. എന്നാലും ആ വിശക്കൂട്ട് ഒരാളെ കൊല്ലാൻ മാത്രം ശക്തിയുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത എന്നത് രക്തത്തിലെത്തിയാൽ ആദ്യം അബോധാവസ്ഥയിലാവും. പിന്നീട് അല്പം കഴിയുമ്പോഴേക്കും മരണവും സംഭവിക്കും. യാതൊരുവിധ ലക്ഷണങ്ങളും മൃതശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് റാമി പറഞ്ഞതാണ് എന്നെ ഇതിലേക്ക് ഏറ്റവും ആകർഷിച്ചത്. വിഷം ഉള്ളിൽ ചെന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ അക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ സ്വാഭാവിക മരണം പോലെ തോന്നുന്നുവെങ്കിൽ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരില്ലല്ലോ എന്നത് എനിക്ക് ഈ വിഷക്കൂട്ട് തിരഞ്ഞെടുക്കാൻ പ്രചോദനം നൽകി. ഞാൻ വീണ്ടും ഖത്തറിൽ പോയപ്പോൾ റാമിയോട് ഈ വിഷക്കൂട്ട് സംഘടിപ്പിച്ച് തരണമെന്ന് പറഞ്ഞു. നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരാമെന്ന് റാമി ഉറപ്പു നൽകി. 1 വർഷത്തിന് ശേഷം റാമി ലീവിന് നാട്ടിൽ പോയി വരുമ്പോൾ
ആ വാക്ക് പാലിക്കുകയും ചെയ്തു. നിങ്ങൾ ഒറിക്സിനെ കൊന്നത് എങ്ങനെയാ? വഹാബ് ചോദിച്ചു. ഇൻസുലിൻ സിറിഞ്ച് ഉണ്ടായിരുന്നു അവിടെ. അതുപയോഗിച്ച് ഈ മൃഗത്തെ കുത്തും. ബോധമറ്റ് കിടക്കുമ്പോൾ അതിനെ എടുത്ത് ദൂരെ കൊണ്ടിടും. ആരെങ്കിലും കണ്ടാൽ തന്നെ പാമ്പ് കടിയേറ്റോ മറ്റോ ചത്തതാണെന്ന് കരുതിക്കോളും. അങ്ങനെ മരുഭൂമിയിൽ ഇവ മരണപ്പെടാറുണ്ട്. ഞാൻ പതുക്കെ എഴുന്നേറ്റ് ആദിലിന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, സ്വന്തമായി കണ്ണട നിർമ്മിക്കുന്ന നിങ്ങൾക്ക് കണ്ണടക്കാലിൽ ഒരു നേർത്ത സിറിഞ്ചും അതിൽ വിഷക്കൂട്ടും ഒളിപ്പിക്കാൻ പ്രയാസമുണ്ടാവില്ലാലോ അല്ലേ? ക്യാമറയിൽ കണ്ടിട്ടാണ് ഞാനിത് പറയുന്നതെന്നായിരിക്കും ആദിൽ ചിന്തിക്കുന്നത്. പക്ഷേ കണ്ണടയില്ലാതെ തിരിച്ചു വരുന്ന ആദിലിനെ ക്യാമറയിൽ കണ്ടപ്പോൾ തന്നെ മരണകാരണം അതിൽ തന്നെയാണെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. വിഷക്കൂട്ടിനെ കുറിച്ച് അയാൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ബാക്കിയെല്ലാം കൃത്യമായി ഇഴചേർന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ആദിൽ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചോട്ടെ? നിങ്ങളുടെ ജീവിതം തന്നെ താറുമാറാക്കിയ ആ ഫോട്ടോ പ്രിന്റ് എടുത്ത സ്റ്റുഡിയോക്കാരൻ ശ്രീലങ്കക്കാരനെ നിങ്ങൾ എന്തുകൊണ്ട് വെറുതെ വിട്ടു? വെറുതെ വിടുകയോ? ഈ വിഷക്കൂട്ട് ഞാൻ ആദ്യം പരീക്ഷിച്ചത് അയാളിലായിരുന്നു. അപ്പോൾ മൊത്തം 4 പേരായി. മെമ്പർ അബ്ദുൽ ഖാദർ അവസാനത്തെ ഇരയായതുകൊണ്ടാണോ നിങ്ങളുടെ പേരെഴുതിയ കടലാസ് ഒരു മുന്നറിയിപ്പായി അവിടെ ഉപേക്ഷിച്ചത്? അതെ, എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഈ 4 പേരാണ്. അതിൽ ഈ 3 പേർക്കാണ് ആദിലെന്ന് ഞാൻ എഴുതുന്ന ആ ചിത്രത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നത്. എന്നെ അവഹേളിക്കാൻ ആ ചിത്രവും എൻ്റെ കയ്യിൽ തന്നാണ് അന്നവർ ഫോട്ടോ എടുത്തത് തന്നെ. മുസ്തഫ മരണപ്പെട്ടപ്പോൾ അവിടെ സന്ദർശിച്ച അബ്ദുൽ ഖാദർ നിങ്ങളുടെ ഈ ചിത്രം കണ്ടിട്ടായിരിക്കണം, കാരണം അതിനുശേഷം അയാൾ നന്നായി ഭയന്നിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. ആശുപത്രിയിൽ എവിടെയാണ് നിങ്ങൾ ആ ചിത്രം വരച്ചത്? ആ ചിത്രം കണ്ടിട്ട് മാത്രമായിരിക്കില്ല അയാൾ ഭയന്നത്. അന്നവിടെ വെച്ച് അയാൾ എന്നെ കാണുകയും ചെയ്തിരുന്നു. ഞാൻ അയാളെ കൊല്ലുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ മുഖത്തുണ്ടായ ഭയം കണ്ടിട്ട് എനിക്കുണ്ടായ സന്തോഷം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അത്രയും സന്തോഷിച്ചിട്ടില്ല. കണ്ണൂരിൽ സെയ്ദൂനാകട്ടെ എന്നെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ലായിരുന്നു. ഞാൻ ആ ചിത്രം വരച്ച കടലാസ് കാണിച്ചപ്പോൾ അയാൾ ഭയന്നുപോയി. ആ ഭയത്തിൽ തന്നെ ഞാൻ അയാളുടെ കഴുത്തിന്റെ പുറകിലേക്ക് സിറിഞ്ച് കുത്തിക്കയറ്റി മരണം ഉറപ്പാക്കി. ആ ചിത്രം അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നും തിരിച്ചു പോന്നു. മുസ്തഫക്കാടെ അടുത്ത് ഹോസ്പിറ്റലിൽ അയാളുടെ ഭാര്യ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അവർ പുറത്തേക്ക് പോകുന്നത് വരെ ഞാൻ കാത്തിരുന്നു. അത് കാരണം ഒരല്പസമയം വൈകിയാണ് എൻ്റെ ഉദ്ദേശം നടന്നത്. എന്തിനാണ് നിങ്ങൾ ഒരു പ്രത്യേക ദിവസവും സമയവും എല്ലാം ഇതിനായി തിരഞ്ഞെടുത്തത്? ഗൾഫിൽ വ്യാഴാഴ്ച ഉച്ചവരെ മാത്രമേ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് വെള്ളിയാഴ്ചയും അവധിയാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അവർ മൂവരും കൂടുതൽ എന്നെ പീഡിപ്പിച്ചത്. പല വൃത്തികേടുകളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവരുടെ എല്ലാം മുഖം പെടാതെ ഫോട്ടോ എടുക്കുകയും മറ്റും ചെയ്തിരുന്നത് വ്യാഴാഴ്ചയിലെ വൈകുന്നേരങ്ങളിലായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരമാകാൻ ആദിൽ എന്നും കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടവർ എന്നെ എന്നും കളിയാക്കുമായിരുന്നു. അതിനാൽ തന്നെ ആ ദിവസവും സമയവും തന്നെ ഞാൻ അവരുടെ അന്ത്യസമയമായി നിശ്ചയിച്ചു. മെഡിക്കൽ ഷോപ്പിലെ ലെറ്റർ പാഡ് നിങ്ങൾ എന്തിനാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്? അത് യാദൃച്ഛികമായി എടുത്തതാണ്. മാത്രമല്ല മുകളിലും താഴെയുമായി മെഡിക്കൽ ഷോപ്പിന്റെ പേരും അഡ്രസ്സുമുള്ള ഭാഗം ഞാൻ കത്രിക കൊണ്ട് മുറിച്ചു മാറ്റിയിരുന്നു. സെയ്ദുക്കാക്ക് മാത്രമാണ് ഞാനത് എടുത്തത്. മുസ്തഫയുടെ അടുത്ത് വയ്ക്കാൻ വേണ്ടി ഞാനൊരു A4 ഷീറ്റാണ് ഉപയോഗിച്ചത്. മുസ്തഫയുടെ അടുത്ത് നിന്നും ഖാദറത് കണ്ടതുകൊണ്ട് പിന്നെ അയാൾക്കത് ഉപയോഗിച്ചിട്ടില്ല. മെഡിക്കൽ ഷോപ്പിന്റെ ലെറ്റർ പാഡിലും പേരുകളിലും മറ്റും ആദിൽ മുറിച്ചു മാറ്റിയെങ്കിലും അതിൽ വാട്ടർമാർക്കും നമ്പറും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല. ആശുപത്രിയിൽ മുസ്തഫയുടെ അടുത്ത് ഉപേക്ഷിച്ച പേപ്പർ ഒരുപക്ഷെ മറ്റാരും ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. ആശുപത്രി ആയതുകൊണ്ട് അവിടെയെല്ലാം പിന്നീട് ക്ലീൻ ആക്കിയിട്ടുണ്ടാവും. ഒരു കോൺസ്റ്റബിൾ അവിടേക്ക് കടന്നു വന്ന് വഹാബിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, സാർ, സുഹൈൽ എന്നൊരാൾ കാണാൻ വന്നിട്ടുണ്ട്. പുറത്തിരിക്കാൻ പറയൂ, ഞാൻ വിളിക്കാം. വഹാബ് എഴുന്നേറ്റ് ആദിലിന്റെ കൈകളിൽ വിലങ്ങണിയിച്ചു. എന്നിട്ട് ആദിലിനെ ഒരു പോലീസുകാരനോടൊപ്പം മറ്റൊരു റൂമിലേക്ക് മാറ്റി. യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയാണ് ആദിൽ നിന്നിരുന്നത്. നടന്നു തുടങ്ങിയ ആദിൽ പെട്ടെന്നെന്തോ ഓർത്തിട്ട് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. സാർ, ആ ലായനിയുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മ വന്നു. അത് കേട്ട് ചിരിച്ചെന്നോട് ആ ലായനിയുടെ പേരും പറഞ്ഞ് ആദിൽ നടന്നു നീങ്ങി. ഓഫീസിലപ്പോൾ ഞാനും വഹാബ് മാത്രമായി. വഹാബ്, ഞാൻ പോകുന്നു. ഇനി വഹാബിന്റെ കയ്യിലാണ് കാര്യങ്ങൾ. ഒരു ചെറുപ്പക്കാരന്റെ ദയനീയമായ ജീവിതകഥ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. നിയമപുസ്തകത്തിനപ്പുറം നമ്മൾ പല കേസിലും പലപ്പോഴും വിധി കൽപ്പിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട അയാളുടെ ജീവിതവും അഭിമാനവും നമ്മൾക്കിനി തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. നിഷേധിക്കപ്പെട്ട നീതിയുണ്ടെങ്കിൽ അത് നൽകാനാകും. ഈ 3 മരണങ്ങളും കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ ആദിൽ ശിക്ഷിക്കപ്പെടും. ഒപ്പം ഒരു പ്രതികാരത്തിന്റെ കഥയും വെളിവാകും. മരണപ്പെട്ട 3 വ്യക്തികളുടെ കുടുംബം തലമുറകളോളം ആ നാണക്കേട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. പക്ഷേ കരുതിക്കൂട്ടിയുള്ള 3 കൊലപാതകങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. മറ്റൊന്നാകട്ടെ വിദേശത്തും. അവയ്ക്ക് നേരെ കണ്ണടയ്ക്കാൻ നീതിമാനായ ഒരു പോലീസുകാരന് കഴിയില്ല എന്നറിയാം. അതിനാൽ വഹാബ് പുറത്തിരിക്കുന്ന സുഹൈലുമായി ആലോചിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യുക. കുറ്റവാളിക്ക് തക്കതായ ശിക്ഷ കിട്ടണം, നീതി നടപ്പാക്കണം. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് തലമുറകളോളം അനുഭവിക്കേണ്ടി വരുന്ന നാണക്കേട് ഉണ്ടാവുകയും വരുത്. ഇൻസ്പെക്ടർ വഹാബിന് കൈകൊടുത്ത് ഞാൻ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി. വഹാബ് സത്യസന്ധനാണ്, നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. സുഹൈലിനോടും കുടുംബത്തോടും കരുണ കാണിക്കുകയും അവരുടെ അഭിമാനം സംരക്ഷിക്കുകയും ഒപ്പം ക്രൂരമായ കൊല ചെയ്ത ആദിലിനെ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമെന്നും നമുക്ക് വിശ്വസിക്കാം. എനിക്ക് വേറെ 1-2 പേരെ കൂടി കാണാനുണ്ടായിരുന്നു. കൂടാതെ ഷ്രോഫിനെ ഫോൺ ചെയ്ത് ഈ കേസിൽ ഗൾഫ് സംബന്ധമായി ആദിൽ പറഞ്ഞ പല കാര്യങ്ങളെയും കുറിച്ച് ചോദിച്ച് സംശയ നിവാരണം നടത്തി.
ഷ്രോഫിനാവുമ്പോൾ ഗൾഫിലെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ അറിയാമല്ലോ. എല്ലാം കഴിഞ്ഞതിന് ശേഷം അർദ്ധരാത്രിയോടെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ കഥയ്ക്ക് ഒരു പ്രത്യേക ഒരു കഥയാണല്ലേ. അയാളും ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, നാണക്കേട് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വെച്ച് ഒരു കുറ്റം ചെയ്തല്ല, അതിന് ഉറപ്പായും ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും അല്ലേ. എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരാം. ലവ് യു ഓൾ, ബൈ.